ആ പോർട്ട്ഫോളിയോ അലോക്കേഷൻ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പിന് ഈ മന്ത്രിയോ എന്ന ചില പരിഹാസങ്ങൾ, ചില ട്രോളുകളൊക്കെ ഇറങ്ങിയെങ്കിലും ഏൽപ്പിച്ചു കൊടുത്ത വകുപ്പ് താരതമ്യേന വിവാദങ്ങളില്ലാതെ കൈയടക്കത്തോടെ കൊണ്ടുപോകുന്ന മന്ത്രി വി ശിവൻകുട്ടിക്ക് മുൻപ് ഈ തലമുറയ്ക്ക് അധികം അറിയാത്ത മറ്റൊരു ശിവൻകുട്ടിയുണ്ട്. അന്ന് അടിയന്തരാവസ്ഥയുടെ ഭയാനക നാളുകളിൽ നിശ്ചലമായ സംഘടനാ സംവിധാനങ്ങൾ ഉണർന്ന് കേരളമൊട്ടായുള്ള ക്യാമ്പസിൽ SFI തരംഗമായി 78-79 കാലം. ആ സംഘടനാ പ്രവർത്തന തുടർച്ചയിൽ മെലിഞ്ഞു നീണ്ടൊരു ചപ്പർത്തലമുടിക്കാരൻ വിപ്ലവകാരി MG കോളേജിലേക്ക് കയറുന്നുണ്ട്. പേടിയില്ലാത്ത ആർജവം 85-ലാണ്. അന്ന് ഈ സംഘപരിവാരത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം അടക്കി ഭരിച്ചു വാഴും കാലം തിരുവായ്ക്കെതിർവായില്ലാതെ പാറുന്നൊരു കാവിക്കൊടി. പ്രതിരോധമെങ്കിൽ പ്രതിരോധം, അടിക്കു തിരിച്ചടി എന്ന മട്ടിൽ ആ കലാലയത്തിൽ അവന്റെ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട് തുടങ്ങിയ രാഷ്ട്രീയമാണ്, നേതൃമികവാണ്. പ്രീ ഡിഗ്രി ബോർഡ് സമരം, ഒരു മാർക്ക് തട്ടിപ്പ് സമരത്തിൽ സെനറ്റ് ചേംബറിലേക്ക് ഇരച്ചു കയറി പോലീസ് ഇഞ്ചപ്പരുവത്തിലാക്കിയതടക്കം ചോര കണ്ട അസംഖ്യം സമരങ്ങളുടെ സമര നേതാവാണ്. ആ വിദ്യാർത്ഥികാലം കഴിഞ്ഞ രാഷ്ട്രീയ തുടർച്ചയിലെ തലസ്ഥാന നഗരിയിൽ വി ശിവൻകുട്ടിക്ക് ഒരു വിളിപ്പേര് വീണു: നഗരത്തിന്റെ പ്രക്ഷോഭകാരി, പ്രക്ഷോഭകാരികളുടെ രക്ഷാധികാരി. സമരക്കാരെ കണ്ടാൽ ഹാലിളക്കത്തിൽ കൈധരിക്കുന്ന, കണ്ടാൽ പോലും ഭയന്നു പോകുന്ന ഒരു കാക്കി മേലാളൻ സാക്ഷാൽ IG ലക്ഷ്മണയോട് തെരുവിൽ നേർക്കുനേർ നേരിട്ട കരുത്താണ്. ഏതെങ്കിലും പാർട്ടി സാഹിത്യം അരച്ചു കലക്കി കുടിച്ച വാഗ്ദോരണി അല്ലാത്തൊരു പ്രശ്നത്തിൽ അനീതിയിൽ MLA എന്നോ പാർട്ടി സെക്രട്ടറി എന്നോ നോക്കാതെ ആ മുണ്ടും മടക്കി കുത്തി അവിടെ ഒരു കരിമ്പാറ പോലെ നിൽക്കലാണ്. രാഷ്ട്രീയം നോക്കാതെ സാധാരണക്കാരനെ കേൾക്കലാണ്. അടിത്തട്ട് രാഷ്ട്രീയമാണ് മൂലധനം. ആ നേതാവിനോടാണോ രാജ്ഭവനെ, സംഘപരിവാരമേ നിങ്ങളുടെ വിലയില്ലാത്ത വിരട്ട്? നിങ്ങൾക്ക് തെറ്റിയതാണ്, ആളുമാറിയതാണ്. രാഷ്ട്രീയമല്ലാത്തൊരു പാലക്കാട്ടുകാരൻ നേതാവ് പറയുന്നു, ശിവൻകുട്ടി അല്ലത് ശവൻകുട്ടിയാണ്. ഈ ദേശീയ പതാക മാറ്റിയത് കാവിക്കൊടിയാക്കണം, കോൺഗ്രസ് ഉപയോഗിക്കണം പച്ചപ്പതാക. പ്രായത്തിന്റെ പക്വത പോലും ഇല്ലാതെ അകത്തുറഞ്ഞു പോയ വെറുപ്പ് ഉളുപ്പില്ലാതെ കവട്ടിവെക്കലാണ്. ആ തിരങ്കയോട്, ആ ഹൃദയ പതാകയോട് അക്കൂട്ടർക്കുള്ള ചരിത്രപരമായ ചൊരുക്ക് ഛർദ്ദിക്കലാണ്, അക്കാദമിക് വെറുപ്പാണ്. ആ നേതാവിന്റെ കുറ്റമല്ല. ആ വെറുപ്പിൽ ഉമ്മറത്ത് നാട്ടിക്കോ വേണമെങ്കിൽ ഒരു കാവിക്കൊടി, ആ പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രത്തെയും ചേർത്തു വരയ്ക്കുന്ന അരാജക ഉട്ടോപ്യൻ അഖണ്ഡ സങ്കല്പങ്ങൾക്ക് സിന്ദാബാദ് വിളിച്ചോ. പക്ഷേ അത് കാര്യാലയത്തിന്റെ തറവാട്ടുപറ്റത്ത് മതി. അജണ്ടകളെ ജാഗ്രതയോടെ നേരിട്ട നെഞ്ചൂക്കിന്റെ പേരാണ് സാറേ കേരളം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ദേശീയ പതാകയ്ക്ക് സമാനമായ ഒരു കൊടി വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കാൻ പറ്റില്ല. കോൺഗ്രസ് വേണമെങ്കിൽ പച്ച പതാക ഉപയോഗിക്കട്ടെ, CPM വേണമെങ്കിൽ പച്ചയും വെള്ളയും ഉപയോഗിക്കട്ടെ. അവർ കാണാൻ ഇന്ത്യയുടെ ദേശീയ പതാകയായി കാവിക്കൊടിയാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആരാണ് ചിത്രം ആര് വരച്ചു, എപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആരാണ്, ആരാണ് എഴുതിയതാണ് ശവൻകുട്ടി ചോദിക്കുന്നത്. ശവൻകുട്ടിയോട് ചോദിക്കുന്നത് കാരൽ മാർക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാണ് കാരൽ മാർക്സ്? മാർക്സിന്റെ ഫോട്ടോ വയ്ക്കാൻ കാരൽ മാർക്സ് ആയിരുന്നു നിങ്ങളുടെ മുത്തപ്പനാണോ? ശ്രീ KP നൌഷാദ്, ശ്രീ VP ശിവനാഭൻ, SFI സംസ്ഥാന പ്രസിഡന്റ് CM ശിവപ്രസാദ്, ദിനുവേൽ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ VP ശിവനാഭിലേക്ക് പോകുന്നു. ശ്രീ VP, മറ്റു വിഷയങ്ങൾക്കൊക്കെ അപ്പുറം എനിക്കറിയേണ്ടത് നിങ്ങളുടെ മുതിർന്ന നേതാവ്, നിങ്ങളുടെ ദേശീയ നേതാവായിരുന്ന ശിവരാജൻ പറയുന്നു ദേശീയ പതാക മാറ്റി അവിടെ കാവിക്കൊടി സ്ഥാപിക്കണം. അത് അദ്ദേഹത്തിന്റെ മാത്രം നിലപാടാണോ, നിങ്ങളുടെ BJPയുടെ നിലപാടാണോ? ശ്രീ VP ശിവനാഭൻ. അല്ല, ഞാൻ അതിന് മുമ്പ് ഞാൻ ഇന്ന് കണ്ടെത്തിയ ഒരു കൗതുകരമായൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഒരു ഭാരതമാതാ പ്രതിമയാണ്. ഇത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഹരിദ്വാറിൽ ഉദ്ഘാടനം ചെയ്ത ഭാരത് മാതാ മന്ദിർ, സത്യാനന്ദ തീർത്ഥ എന്ന് പറയുന്ന ഒരു സ്വാമി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം നിർമ്മിച്ച ഒരു ഭാരതമാതാ ക്ഷേത്രം. അവിടെ ശ്രീമതി ഇന്ദിരാഗാന്ധി പോയിട്ട് 1983 സത്യമിത്രാനന്ദഗിരി എന്ന് പറയുന്ന സ്വാമിജി നിർമ്മിച്ച ക്ഷേത്രം. നോക്കൂ, ഈ ഭാരതമാതാവിന് നോക്കൂ. ഒരു സിംഹാരൂഢയായി കാവി സാരി ഉടുത്ത്, കാവി ആ പതാക, അതായത് ഇപ്പോൾ ഗവർണർ വെച്ച ഭാരതമാതാ എന്താ പറയുക ഫോട്ടോയിലെയും ഇന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ വെച്ചതുമായ ഭാരതമാതാ ഫോട്ടോയിലെയും ഒക്കെ അതേ കൊടി, കാവിക്കൊടി, ഇങ്ങനത്തെ ഒരു പ്രതിമ ഉൾപ്പെട്ട മന്ദിരം
1983 ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ഇത് പുറത്തെ പ്രതിമയാണ്, ഇതിൻ്റെ ഉള്ളിലത്തെ ചിത്രമുണ്ട്. അതായത് ഡയറ്റിയുടെ വിഗ്രഹത്തിൻ്റെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ ഡയറ്റി, സമാനമായ ഡയറ്റി ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. എന്താ ഞാൻ ചോദിക്കട്ടെ, എന്തത്ര പ്രശ്നം? എന്റെ ചോദ്യം, ഈ ദേശീയ പതാക മാറ്റി അത് കാവിക്കൊടിയാക്കണം എന്ന ശിവരാജന്റെ നിലപാട് BJP-യുടെ നിലപാടാണ്. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കാൻ പറ്റില്ല സാറേ, അതവിടെ നിൽക്കാൻ പറ്റില്ല സാറേ. ഇതിനേക്കാളൊക്കെ വലിയ പ്രശ്നമാണല്ലോ. സീരിയസ് ആയിട്ട് എടുക്കാൻ അത് നിൽക്കും, അതവിടെ നിൽക്കും. അപ്പൊ നിങ്ങളുടെ മുതിർന്ന നേതാവ് പറയുന്ന തമാശക്ക് പറഞ്ഞ കോമഡി താലിബാൻ കൊലപാതകം പ്രശ്നമല്ല. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ദേശീയ നേതാവ് RSSന്റെ ആദ്യകാലത്തെ മുൻനിർത്തക്കാരൻ VP താങ്കൾ പറയുന്ന അതിൽ കാര്യമാക്കണമെന്ന് പറയുന്നത് താങ്കളുടെ നേതാവിനെ അധിക്ഷേപിക്കാം. അറിയാം, ചെവിയും കേൾക്കാൻ. ഞാൻ അതെ, ശിവരാജൻ ചേട്ടനെയും കൊണ്ട് നിങ്ങൾ പത്രക്കാർ കുറേ ദിവസമായി നടക്കുന്നത്. പാലക്കാട് ഇലക്ഷൻ മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹം പറയുന്ന കാര്യം മുഴുവൻ BJPന്റെ ഔദ്യോഗിക നിലപാടാണെന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ച് നടക്കൽ. അദ്ദേഹം പറയുന്നൊന്നുമല്ല BJPയുടെ നിലപാടെന്ന് എന്നെക്കാൾ നന്നായി നിങ്ങൾക്കറിയാം. ഓരോന്ന് വിളിച്ചു പറയണ്ട. നിങ്ങളുടെ നേതാവ് തന്നെയല്ലേ ഇപ്പോഴും? നിൽക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് എന്തൊരു ചോദ്യം മനസ്സിലായി, ഉത്തരം കേൾക്കുക, ക്ഷമിച്ച് കേൾക്കുക. താലിബാൻ മോഡൽ കൊലപാതകം കേരളത്തിൽ നടന്നിട്ട് അത് ചർച്ച ചെയ്യാത്ത ചാനലാണ് ന്യൂസ് 24. താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളാണ് കേട്ടോ. ഉത്തർപ്രദേശിലെങ്ങാനും ആയിരുന്നെങ്കിൽ എന്റെ ഹാഷ്മിങ്ങനെ ഉറഞ്ഞു തുള്ളുമായിരുന്നല്ലോ. താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളാണ്. താലിബാൻ മോഡൽ പുതിയ കാലത്ത് പറയാൻ പാടില്ല. താലിബാനും ഇന്ത്യയുമായി വലിയ ബന്ധത്തിലാണ്. അങ്ങോട്ട് ഫോണും ഒക്കെ വിളിച്ച് നമ്മൾ വലിയ ബന്ധം തുടങ്ങുക താലിബാനുമായിട്ട്. അതെ, ഈ ഇരട്ടത്താപ്പൊന്നും വേണ്ട. ഇന്ദിരാഗാന്ധിക്ക് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് വെക്കാം. ഇന്ദിരാഗാന്ധിക്ക് ഉദ്ഘാടനം ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് വെക്കാം. ഗവർണർക്കും വെക്കാം. ഇതൊന്നും വലിയ സംഭവമാക്കണ്ട. ഇതൊന്നല്ല കേരളം നേരിടുന്ന പ്രശ്നം. കേരളത്തിൽ പിണറായി വിജയന്റെ നാട്ടിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ താലിബാൻ മോഡൽ കൊലപാതകം, ആത്മഹത്യ, പീഡനം, അതിനുശേഷം ആത്മഹത്യ. ഇപ്പം കേസ് തേച്ചു മാറ്റി കളയാനുള്ള ഓട്ടം നടക്കുക. ഇതൊന്നല്ലാതെ കേരളം നേരിടുന്ന പ്രശ്നം. ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഭാരതമാതാ മന്ദിരത്തിലെ ഒരു പ്രതിമയെ ഇതേപോലത്തെ ഡിക്റ്റോ ഫോട്ടോസ്റ്റാറ്റ് ആണ് ഗവർണർ വെച്ചിരിക്കുന്നത്, ആണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇടക്കാല സർക്കാരിന്റെ വിദേശമന്ത്രിയായിരുന്ന മൗലവി അമീർ ഖാൻ മുത്തക്കിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഫോണിൽ സംസാരിച്ചായിരുന്നു. അപ്പൊ നമ്മൾ സൗഹൃദം മെച്ചപ്പെടുത്തുകയാണ്, സൗഹൃദം ദൃഢപ്പെടുത്തുകയാണ് താലിബാനോട്. അതുകൊണ്ട് അങ്ങിപ്പോ അറിയാതെ ഒഴുക്കിൽ പറഞ്ഞു പോയതാണ്. പക്ഷെ നമ്മുടെ നാടിന്റെ സൗഹൃദമാണ്. അപ്പൊ ഇനി താലിബാൻ മോഡലൊന്നും നിങ്ങൾ എവിടെയും പറഞ്ഞാളരുത്. നമ്മുടെ നാട്, നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ BJP സർക്കാർ താലിബാനുമായുള്ള സൗഹൃദം അങ്ങേയറ്റം മെച്ചപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. അതിനിടയ്ക്ക് അറിയാതെ പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോ ആവർത്തിക്കല്ലേ, ചിലപ്പോൾ സംഘടന നടപടി വരും. ഒരു ചെറിയ കാര്യം കൂടി. ഇത് നിലമ്പൂർ വോട്ടെണ്ണൽ നാളെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇത് നിങ്ങൾ ചർച്ച ചെയ്യൂല. നാളെ നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിലമ്പൂരിൽ നാളെ എന്താവും ചോദിച്ചിട്ടാ. ഇതിപ്പോ ഒരു ഗ്യാപ്പ് കിട്ടി നിലമ്പൂരിന്, ഒരു ദിവസത്തെ ഗ്യാപ്പ്. അതിന്റെ ബഹളാണ്. വെറുതെ ഒച്ച ഉണ്ടാക്കണ്ട, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. ഇന്ദിരാഗാന്ധി ചെയ്തതിനപ്പുറം ഒന്നും ഞങ്ങൾ VP. അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മയിലിരിക്കട്ടെ, താലിബാനുമായി രാജ്യം ഇപ്പോൾ അസാധ്യ സൗഹൃദത്തിലാണ്. അവിടുത്തെ ഏതോ മുത്തക്കിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി വലിയ ചർച്ചയൊക്കെ നടത്തി. നമ്മുടെ സൗഹൃദ രാഷ്ട്രമാണ് താലിബാൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ താലിബാൻ മോഡൽ എന്നൊക്കെ അങ്ങനെ അധിക്ഷേപിച്ച് പറയല്ലേ, നമ്മുടെ സുഹൃത്തല്ലേ. ഞാൻ എത്താൻ കേട്ടോ. ശ്രീ ദിനു, ഇന്ത്യയുടെ വിദേശകാര്യ നയമൊന്നും ആലോചിച്ച് ആഷ്മി ബേജാറാവണം. അത് അധിക്ഷേപിക്കാൻ പാടില്ല. നമ്മുടെ സുഹൃത്തുക്കളാണ് താലിബാൻ. അതുകൊണ്ട് താലിബാൻ മോഡൽ എന്ന് പണ്ട് പറയുന്ന ഒഴുക്കിൽ പറയല്ലേ. മനസ്സിലായില്ലേ? ഓക്കെ, മനസ്സിലായി. നല്ലത്. പിണറായി സംഭവിച്ചതെങ്ങാൻ ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ എന്റെ ഗുരുവായൂരപ്പ ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടേനു ആഷ്മി ഇവിടെ. ശരി, ഓക്കെ. ദിനുവയിൽ അപ്പോൾ താലിബാൻ നമ്മുടെ സുഹൃത്തുക്കളായി. ഇപ്പോൾ അതുകൊണ്ട് താലിബാൻ മോഡൽ ദിനുകൂടെ ആവർത്തിക്കേണ്ട കാര്യം, ഇനി വല്ല കേസൊക്കെ വന്നാലോ. ദിനു, ഇവിടെ ശിവരാജൻ പറയുന്നത് ദേശീയ പതാക മാറ്റി RSSന്റെ ഈ പറയുന്ന കാവിധ്വജം, ഭഗവധ്വജം ഉണ്ടല്ലോ, കാവിക്കൊടി ആക്കണമെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ പച്ചപ്പതാക പിടിക്കണമെന്നും പറയുന്നു. ശിവൻകുട്ടി പോട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രായത്തിലും പക്വതയില്ല, അല്ലെങ്കിൽ പ്രായം കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്നൊക്കെ കരുതി വിടാം. അത് VP ഇവിടെ നിന്ന് അതൊരു തമാശയായിട്ട് കരുതിയാൽ മതി എന്ന് പറയുന്നത് പോലെയാണോ കാര്യം? അതോ RSSന്റെ ഗവർണർ അർലേക്കർ രാജ്ഭവനിൽ നടപ്പാക്കുന്നത് ഒന്നാം തരം അക്കാദമിക് അജണ്ടയാണെന്ന കാര്യം ശിവരാജൻ ചേട്ടൻ അറിയാതെ പറഞ്ഞു പോയതാണോ ദിനു?
നേരത്തെ ഇവിടെ BJP പ്രതിനിധി സൂചിപ്പിക്കുകയുണ്ടായി ഇന്ദിരാഗാന്ധി ഇന്ത്യക്കകത്തുള്ള ഏതോ ഭാരതമാതാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ. ഇന്ത്യക്കകത്ത് ഒരു ക്ഷേത്രം മാത്രമല്ല, ഭാരതമാതാവിനെ ആരാധിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഇന്ത്യക്കകത്തൊക്കെ ഉണ്ട്. അവനവൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും നടത്താൻ എല്ലാ മനുഷ്യരും ഇന്ത്യക്കകത്ത് ഭരണഘടന നൽകുന്ന അനുവാദമുണ്ട്. അത് ഒരുപക്ഷെ ഈ പറയുന്ന ഗവർണർ വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലെ ബെഡ്റൂമിലോ വീട്ടിലെ പൂജാ റൂമിലോ കൊണ്ടുപോയി ഭാരതമാതാവിനെ വെക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിരഭിപ്രായമില്ല. എന്നാൽ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഭരണഘടനാ സ്ഥാപനത്തിനകത്തേക്ക് മതത്തെയും മതവർഗീയതയും കൊണ്ടുവരാൻ വേണ്ടി ഒരു ഗവർണർക്കും അധികാരം ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സ്പേസിൽ പ്രൈവറ്റ് സോണിൽ എന്തുമാവാം, പക്ഷെ ഒരു പബ്ലിക് സ്പേസിനകത്ത് ഭരണഘടനാ സ്ഥാപനത്തിനകത്ത് ഇന്ത്യയുടെ ഭാരതമാത എന്ന് പറഞ്ഞുകൊണ്ട് RSS ഉണ്ടാക്കിയെടുത്തുള്ള സങ്കല്പത്തെ വെക്കാൻ യാതൊരു അധികാരവും അദ്ദേഹത്തിനില്ല. അതൊട്ട് സമ്മതിച്ച് തരാനും പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദുരാഷ്ട്രം വേഴ്സസ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു യുദ്ധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാംസ്കാരിക യുദ്ധത്തിനകത്ത് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ തീർച്ചയായും പക്ഷം ചേരുന്നത് ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂടിയല്ല, മറിച്ച് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ജനാധിപത്യ ഇന്ത്യയെ തുടർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിന് കൃത്യമായ ഒരു ചരിത്രം കൂടിയുണ്ട്. 1905 KM മുൻഷി എന്ന് പറയുന്ന ഗുജറാത്തിൽ നിന്നുള്ള പൊളിറ്റീഷ്യൻ അരബിന്ദോ ഘോഷിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരാൾ ദേശസ്നേഹി ആവുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദു നാഷണലിസത്തിന്റെ ഒക്കെ ഭാഗമായി നിന്ന് അരബിന്ദോ ഘോഷ് മറുപടി പറയുന്നത് ഒരു മാപ്പ് കാണിച്ചുകൊണ്ട്, ഈ മാപ്പ് കണ്ടില്ലേ, ഇത് ഭാരതമാതാവാണ്, ഭാരതത്തെ മാതാവായി കണ്ട് നവതീർത്ഥ ഭക്തിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരാൾ ദേശസ്നേഹി ആവുന്നു എന്നാണ് പറഞ്ഞത്. ഇവർക്ക് ഇത്രയ്ക്കൊക്കെ ദേശസ്നേഹം കാണിക്കാൻ അറിയൂന്നേ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയല്ല ജനാധിപത്യ വിശ്വാസികൾ ദേശസ്നേഹം കാണിച്ചിട്ടുള്ളത്. 1911 തൊട്ട് മങ്കർ മസാക്കറിൽ ആയിരക്കണക്കിന് ആദിവാസി വിഭാഗത്തിലെ ആളുകൾ ജീവൻ ബലി കൊടുത്തിട്ടൊക്കെ തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത യാതൊരു രീതിയിലുള്ള അനുഭവ സമ്പത്തുമില്ലാത്ത ഈ ആളുകൾക്ക് ആകെ ദേശസ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നത് അരബിന്ദോ ഘോഷൊക്കെ പറഞ്ഞ പോലെയുള്ള ഇന്ത്യയുടെ പതാക മാറ്റിവെച്ചുകൊണ്ടുള്ള മറ്റൊരു പതാകയെ വെച്ചുകൊണ്ടുള്ള ഭാരതാംബ ഫിഗറിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ജവഹർലാൽ നെഹ്റു പറയുന്ന ഒരു അധ്യായമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഓരോ നാട്ടിലും ചെന്ന് ഗ്രാമപ്രദേശത്ത് പോയി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആരാണ് എന്താണ് ഭാരതമാതാവെന്ന്. എന്നിട്ട് അദ്ദേഹം പല ആളുകൾ ദേവി എന്നും പല ആളുകൾ കൃഷി എന്നും പല ആളുകൾ പല രീതിയിലുള്ള ഉത്തരങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുന്ന ഉത്തരം ഭാരതമാതാവ് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണെന്നാണ്. അതായത് നജീബിൻ്റെയും അഖ്ലാഖിൻ്റെയും ജുനൈദിൻ്റെയും ഉമ്മമാരൊക്കെ അടങ്ങുന്നതാണ് ഭാരതമാതാവ് എന്ന് പറയുന്നത്. ഇവിടെ രോഹിത് വെമുലയുടെ അമ്മ കൂടി അടങ്ങുന്നതാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ആസിഫയുടെയും നിങ്ങൾ കൊന്നൊടുക്കിയിട്ടുള്ള ഓരോ മനുഷ്യരുടെയും ആ മനുഷ്യരുടെ ഒക്കെ മാതാപിതാക്കൾ കൂടി ഉൾക്കൊണ്ടതാണ്, ആ മനുഷ്യരുടെ ഒക്കെ തന്നെ പൗരത്വം കൂടി ഉൾക്കൊണ്ടതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യയെ ഏകദാനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഒതുക്കാൻ വേണ്ടി സമ്മതിക്കില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ കവിയായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ, അദ്ദേഹം 1937 സുഭാഷ് ചന്ദ്രബോസിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നത് വന്ദേ മാതരം എന്ന് പറയുന്നത് ദേശീയ ഗീതമാക്കി മാറ്റരുതെന്നാണ് രവീന്ദ്രനാഥ ടാഗോർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ടാഗോർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ദുർഗാ സങ്കല്പത്തെ മാത്രമാണ് പ്രകീർത്തിക്കുന്നത്. ഇവിടെ ആനന്ദമഠം എന്ന് പറയുന്ന ലിറ്റററി വർക്കിൽ നോവലിൽ നിങ്ങൾ ഇത് ഉൾപ്പെടുത്തിക്കോളൂ, പക്ഷെ എല്ലാ മതവിഭാഗങ്ങളും വന്നിരിക്കുന്ന ഒരു പാർലമെന്റ് മന്ദിരത്തിൽ എല്ലാ വിഭാഗക്കാരും വന്നിരിക്കേണ്ട ഒരു പാർലമെന്റ് മന്ദിരത്തിൽ ഒരു കാരണവശാലും ഒരു ദുർഗാഗീതം മാത്രമായിട്ടുള്ള ഒരു ഗീതത്തെ ഉപയോഗിക്കരുതെന്ന് കത്തെഴുതിയ രവീന്ദ്രനാഥ് ടാഗോറിന്റെ ലെഗസി നമുക്കുണ്ട്. ചരിത്രം നോക്കി അങ്ങോട്ട് പിന്നോട്ടേക്ക് പോകാം. ഇവിടെ നോക്കൂ, ഇവിടെ ഇന്നിപ്പോ BJPയുടെ ഒരു പരിപാടിയുടെ ആദ്യ ഫ്ലക്സിൽ ഈ പറയുന്ന രീതിയിൽ ആ കാവി പതാക മാറ്റി അവർ ത്രിവർണ്ണ പതാക പിടിച്ചു കൊടുത്തു. അതിനുശേഷം അതിന്റെ പിന്നിൽ കാണുന്ന ഈ പറഞ്ഞ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന അത് മാറ്റി നമ്മുടെ ഒറിജിനൽ ഭൂപടം കൊടുത്തു. ദിനു, ഇതിനേക്കാൾ ഭീകര പ്രശ്നമാണ്, ആ കാവിക്കൊടിയേക്കാൾ ഭീകര പ്രശ്നമാണ് പിന്നിൽ കാണുന്ന അഖണ്ഡ ഭാരതം. ഏതൊക്കെയാണ് രാഷ്ട്രങ്ങൾ? പാകിസ്ഥാനും ബംഗ്ലാദേശും അടങ്ങുന്ന ഈ നമ്മൾ തെമ്മാടി രാഷ്ട്രം, ശത്രുരാഷ്ട്രം എന്നൊക്കെ വിളിക്കുന്ന പാകിസ്ഥാനെ ഉൾച്ചേർന്ന് ഒരു മഹത്തായ രാജ്യം സ്വപ്നം കാണുന്നവരാണ് VP ശ്രീപത്മനാഭന്റെ പാർട്ടിയും കൂട്ടരും. ദിനു, തീർച്ചയായിട്ടും നിരന്തരം പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ മാപ്പും വെച്ചിട്ടാണല്ലോ ഈ മനുഷ്യർ നിൽക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ പിടിച്ചടക്കാനും ആ പ്രദേശങ്ങളിലേക്ക് കൂടി ഹിന്ദുത്വ രാഷ്ട്രം വ്യാപിക്കണം എന്ന് പറയുന്ന ആഗ്രഹം തന്നെയാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇവർ ഈ പറയുന്ന ഭാരതമാതാ സങ്കല്പം എന്നുണ്ടായതാണ്? ഇതിന് എത്ര കാലത്തെ പഴക്കമുണ്ട്? രവിവർമ്മ ഫൈൻ ആർട്ട് ലിറ്റോഗ്രഫി പ്രസ് 1894 വരികയും കൽക്കറ്റ ആർട്ട് സ്റ്റുഡിയോ 1878 ചിത്രശാല പ്രസ് മഹാരാഷ്ട്രയിലും വന്നിട്ടുള്ള 100-200 വർഷത്തിന്റെ പഴക്കം മാത്രമേ ഉള്ളൂന്നേ നിങ്ങൾ പറയുന്ന ഈ ഭാരതമാതാ ഇമേജിന്.
ഇതിന് ഏറെക്കാലം മുമ്പ് ഈ രാജ്യത്തിനകത്ത് പൗരരായിക്കൊണ്ട് മനുഷ്യർ ജീവിച്ചിട്ടുണ്ടെന്നേ. ഈ മനുഷ്യരുടെയും അവർ നടത്തിയുള്ള ധീരോജ്വലമായുള്ള ത്യാഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത്. അവിടെ നിങ്ങളുടെ ഈ അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ വകവെക്കാൻ വേണ്ടിയിട്ട് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഭാഗമായി കൃത്യമായിട്ട് പറയാനുള്ളത്. നിങ്ങളുടെ അഖണ്ഡ ഭാരത സങ്കല്പവും നിങ്ങളുടെ ഈ കാവിക്കൊടിയും ഒക്കെ തന്നെ കയ്യിൽ വെക്കുക. ഇന്ത്യക്കകത്ത് ശക്തമായ ഒരു ഭരണഘടനയും സ്വാതന്ത്ര്യ സമരത്തിന്റെ വീര്യവും ഒക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയുടെ പതാകയും ഇന്ത്യയുടെ ഭരണഘടനയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ പൗരർ എന്ന് വിചാരിക്കുന്ന മനുഷ്യർ പൊരുതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വി പി, ഈ നിങ്ങൾ BJP ആദ്യം ഈ പറയുന്ന ഈ വാർത്ത കണ്ട് പേടിച്ചപ്പോഴേക്കും അതിൻ്റെ സമരത്തിൻ്റെ ആദ്യത്തെ പരസ്യ പലകയിൽ കാവിക്കൊടിയൊക്കെ അങ്ങ് മാറ്റി ദേശീയ പതാക വെച്ച് കൊടുത്തു. നൈസായിട്ട് ബാക്കി രാജ്ഭവനിലെ അഖണ്ഡ ഭാരതം എടുത്തു മാറ്റി നമ്മുടെ ഒറിജിനൽ ഭരണഘടനാപരമായ നമ്മുടെ ഭൂപടം വെച്ചു. അത് വാർത്തയായപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്ക് പിന്നെ വീണ്ടും കാവിക്കൊടി തിരിച്ചു വന്നു. പക്ഷേ അപ്പോഴും അഖണ്ഡ ഭാരതം വന്നില്ല കേട്ടോ. കാവിക്കൊടി തിരിച്ചു വന്നു. ഇന്ത്യയുടെ എന്താണ് ഒറിജിനൽ മാപ്പും കാവിക്കൊടിയും. അത് നിങ്ങളുടെ ഇടയിലെ കൺഫ്യൂഷൻ തീർക്ക്. അഖണ്ഡ ഭാരതം വേണോ അതോ നമ്മുടെ ഭാരതം മതിയോ എന്ന തീരുമാനം നിങ്ങൾ അത് തീർപ്പുണ്ടാക്കുക ശ്രീ VP. ഇപ്പൊ സംസാരിച്ച ആൾ ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആളാ? ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, സ്ക്രീനില്ല, അതുകൊണ്ട് ചോദിക്കും. രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളല്ല. ദിനു എന്നാണ് പേര്. പറയാവോ? ഒരു ദിനു എന്നാണ് പേര്. അദ്ദേഹം ആരാ? അദ്ദേഹം ആരും ആയിക്കോട്ടെ. ഏതോ മാർക്സിസ്റ്റുകാരനെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നല്ലേ? മാർക്സിസ്റ്റ്. അയ്യോ പാവം. 1.71% വോട്ട് പഠിപ്പിക്കുക. ഹാഷ്മി അയ്യോ അറിഞ്ഞില്ല. കോൺഗ്രസ്സുകാര് സെക്രട്ടറിയെ നിർത്തി തോൽപ്പിച്ച് അദ്ദേഹത്തെ നാണം കെടുത്തിയപ്പോൾ ഞാനൊന്ന് പറഞ്ഞു. അങ്ങനെ പ്രായമുള്ള അപഹസിക്കല്ലേ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ അപഹസിക്കാമോ? പറയട്ടെ ഹാഷ്മി, പറയൂ. ഹാഷ്മി പറഞ്ഞോട്ടെ. സിലാക്കാർ ടീ അത് നല്ല ഗുളികയാണ് BP-ക്ക്. ഞാൻ പറയട്ടെ, സിലാക്കാർ ടീ നല്ല ഗുളികയാണ് BP-ക്ക്. ഞാൻ പറഞ്ഞുതരാം. അംബേദ്കർ 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ആളാണ്. അതുകൊണ്ടാണ് എൻ്റെ ട്രസ്റ്റ് സ്വന്തമായിട്ടല്ല. ജനൌഷധി 2 ഞങ്ങൾ നടത്തുന്നുണ്ട് ട്രസ്റ്റ്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് ഗുണമുള്ള പണിയെടുക്കുന്നതിനെ കൊണ്ട് പറഞ്ഞതാണ്. നരേന്ദ്രമോദി സർക്കാർ തുച്ഛമായ വിലയ്ക്ക് മരുന്ന് കൊടുക്കുന്ന സ്ഥാപനം. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ 1952 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറിയെ നിർത്തി അംബേദ്കറെ തോൽപ്പിച്ചപ്പോൾ 54 ഉപതെരഞ്ഞെടുപ്പിൽ അംബേദ്കർ മത്സരിച്ചപ്പോൾ കൂടെ നിൽക്കാൻ ഞങ്ങൾ ജനസംഘക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദത്തോപ്പാൽ തേങ്കിടിയായിരുന്നു ചീഫ് ഇലക്ഷൻ ഏജന്റ്. ദത്തോപ്പാൽ തേങ്കിടി, മനസ്സിലായിക്കോ? അപ്പം ഞങ്ങളടുത്ത് അംബേദ്കറിസം പറഞ്ഞ് വരരുത്. അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടം RPI ജനസംഘത്തിന്റെ സഖ്യകക്ഷിയാണ്. ഇന്നും RPI രാംദാസ് അത്വാലെ നേതൃത്വം കൊടുക്കുന്ന RPI ഇന്നും ഞങ്ങളുടെ സഖ്യകക്ഷി കേട്ടോ. അംബേദ്കറിസം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കല്ലേ. ഞങ്ങൾ കൂടെ നിന്നവരാ, അംബേദ്കറുടെ കൂടെ നിന്നവരാ ഞങ്ങൾ. അദ്ദേഹം ഭരണഘടനാ സഭയിൽ എത്തിയത് പൂനെയിൽ നിന്നുള്ള ഹിന്ദു മഹാസഭയുടെ വ്യക്തി രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് വിഷയത്തിലോട്ട് വാ. ദിനു പറഞ്ഞതിന് ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ദിനു ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടോ? നമുക്ക് ചരിത്രത്തിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് ദിനു പറഞ്ഞ കാര്യത്തിലേക്ക് മറുപടി ഉണ്ടോ? നമുക്കൊരു ശക്തമായ ഭരണഘടനയുണ്ട്, നമുക്കൊരു ശക്തമായ പതാകയുണ്ട്, നമുക്ക് ശക്തമായ ദേശീയ സിംബലുകളുണ്ട്. അതിന്റെ മോളിൽ കൊണ്ട് ഈ പറഞ്ഞ അഖണ്ഡ ഉടായ്പ കൊണ്ട് വെക്കാവോ VP? അതിന്റെ മോളിൽ കൊണ്ട് ഈ അഖണ്ഡ ഉടായ്പ വെക്കാവോ? താല്പര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ താങ്കൾക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്തോ ചെയ്യും? ഈ ഓരോ ഇടതുപക്ഷക്കാരെ അംബേദ്കറായിട്ട് കൊണ്ട് വേഷം കെട്ടിച്ച് കൊണ്ടുവരരുത് ഞങ്ങളടുത്തേക്ക്. കാരണം ഞങ്ങൾ അവസാന കാലം അംബേദ്കർ ഞങ്ങളെ കൂടെയായിരുന്നു. RPI ജനസംഘത്തിൻ്റെ സഖ്യകക്ഷിയായിരുന്നു. ഈ ജാതി അഭ്യാസമൊന്നും ജനസംഘക്കാരോടും BJP-ക്കാരോടും വേണ്ട, നടക്കൂല. വെറുതെ അല്ല 1.71% വോട്ടും വാങ്ങി മൂലക്കിരിക്കുന്നത് മാർക്സിസ്റ്റുകാർ. ഈ ജാതി വേഷക്കെട്ട് നടത്തിയിട്ടാ. നേരിട്ട് വാ, നമുക്ക് സംസാരിക്കാം. എന്തിനാ ഈ മാരീജന്റെ പണി? മാരീജന്മാരെ കൊണ്ടുവരല്ല ഹാഷ്മി, മാരീജന്മാരെ കൊണ്ടുവരല്ല. ഞാൻ വിളിച്ച എന്റെ അതിഥിയാണ് ദിനു. ഞാൻ വിളിച്ച എന്റെ അതിഥിയാണ് ദിനു. ആ ദിനുവിനെ പാനലിൽ ഇരുന്ന് വൃത്തിയോട് പറയാനും അധിക്ഷേപിക്കാനും വേഷം കെട്ട ആളാണെന്നും മാരീജനാണെന്നും വിളിക്കാൻ VP-യെ ഞാൻ അനുവദിക്കുന്നില്ല. ഞാൻ വൃത്തികേടൊന്നല്ല പറഞ്ഞത്. വൃത്തികേടാണ് പറഞ്ഞത്. താങ്കളുടെ പാർട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഞാൻ കേട്ടിരിക്കും. അതിന് മറുപടിയാ പറയണ്ടേ? മറുപടി ഇല്ലാത്തപ്പോഴാണ് VP വന്ന് ഒരു ചെറുപ്പക്കാരനെ അധിക്ഷേപിക്കുന്നത്. ചെറുപ്പക്കാരൻ വേഷം കെട്ടുകാരനാണെന്ന് പറയുന്നത്. അതന്നെയാണ് പ്രായത്തിന്റെ പക്വത കാണിക്കും VP. അങ്ങനെ സിലാക്കാട്ട് ഡി അവരെണ്ണം കഴിക്ക്. പ്രായത്തിന്റെ പക്വത കാണിക്കും. BJP-യെ ധാരടിക്കാൻ മാരീജന്മാരെ കൂട്ടി വരരുത്.
കോൺഗ്രസ്സുകാരുണ്ടല്ലോ, നൗഷാദ് അലി, ഞാൻ സംസാരിക്കാം, കോൺഗ്രസ്സുകാരുടെ രാഷ്ട്രീയം പറയാം. ദിനു വ്യക്തിപരമായിട്ട് മറുപടി വേഷക്കെട്ട് വേണ്ട. ദിനു വ്യക്തിപരമായതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി. ദിനുവിന്റെ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് എന്താണ് വ്യക്തിപരമായ കടന്നാക്രമണം. എങ്കിലും മറുപടി പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചൊറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനമുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് ഇത്തരം ചൊറികൾ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പം അത് വളരെ നല്ലതായിരിക്കും BJPയുടെ ആൾ കഴിച്ചാലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ അംബേദ്കർ എന്തെങ്കിലും പിന്തുണ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടല്ലല്ലോ ചർച്ചയുടെ കൃത്യമായ വിഷയമുണ്ട്. നിങ്ങൾക്കൊക്കെ ഉള്ളത് വളരെ കൃത്യമായ റിഡിൽസ് ഓഫ് ഹിന്ദുയിസം എന്ന് പറയുന്നത് അടക്കമുള്ള പുസ്തകത്തിനകത്ത് വളരെ കൃത്യമായ എല്ലാ വോളിയത്തിനകത്തും അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാരീജൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്ന ആളുകളൊന്നും അല്ലെന്നേ. ഞങ്ങൾ രാവണന്റെ ഒക്കെ ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല നിങ്ങൾ മാരീജൻ എന്നൊന്നും പറയുന്ന സമയത്ത്. അതിനൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള ഇന്ത്യൻ പതാകയെയും ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിലുള്ള എല്ലാ മതക്കാർക്കും പിന്തുടരാൻ പറ്റുന്ന ഭാരത സങ്കല്പത്തെയും ഉൾക്കൊള്ളാൻ വേണ്ടി നിങ്ങൾ തയ്യാറാണോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളായിട്ടുള്ള ഒരു പറ്റ മനുഷ്യരെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ഇന്ത്യൻ ദേശീയ പതാകയെ അംഗീകരിക്കാൻ വേണ്ടി ആദ്യം തന്നെ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ വേണ്ടി പഠിക്കണം. ഇത് രണ്ടുമില്ലാതെ അപ്പുറത്ത് നിൽക്കുന്ന പാനലിസ്റ്റിനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം സാധാപമാണ്. എം ശിവപ്രസാദ്, ഇവിടെ എന്താണ് ഗവർണർ അർലേക്കർ, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങൾ രാജ്ഭവനിൽ കൊണ്ടുവെക്കാൻ പാടില്ല. ഈ പറയുന്ന രീതിയിൽ ഏതോ നമ്മുടെ ശത്രുരാജ്യത്തെ ചേർത്ത് വരയ്ക്കുന്ന ഒരു കൊടി, ഒരു ഭരണഘടനാ വിരുദ്ധമായ ഭൂപടം എന്ന് തന്നെ ഞാൻ പറയും. അതിൻ്റെ നിയമസാങ്കേതിക എനിക്കറിയില്ല. അതുകൊണ്ട് വെക്കാൻ പാടുള്ളതല്ല. പോട്ടെ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് ആദ്യഘട്ടത്തിൽ കരുതിയെങ്കിൽ അങ്ങനെയല്ലെന്ന് പറയുകയാണ് പാലക്കാട്ടെ ഒരു BJP നേതാവ്. ആ പാലക്കാട്ടെ BJP നേതാവ് ശിവൻകുട്ടി എന്ന് വിളിച്ച പോട്ടെ, അദ്ദേഹത്തിന് ശിവൻകുട്ടി അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശിവൻകുട്ടിയുടെ പഴയകാലമായിരുന്നെങ്കിൽ മറുപടി കേട്ടേനെ. അത് വിട്ടേക്കും, വ്യക്തിപരം. പക്ഷെ അദ്ദേഹം പറയലാണ് ഈ പറയുന്ന ത്രിവർണ്ണ പതാക മാറ്റി രാജ്യത്തിൻ്റെ പതാക കാവിക്കൊടിയാക്കണം എന്ന് പറയുകയാണ്. അജണ്ടയാന്നേ ശിവപ്രസാദ്, അല്ലാതെ ഒരു അർലേക്കറുടെ പ്രശ്നമല്ല അത്. അർലേക്കറുടെ പ്രശ്നമല്ല എന്ന് ആദ്യം തിരിച്ചറിയുന്നതും ഈ രാജ്യത്ത് സംഘപരിവാരം അധികാരത്തിലെത്തിയ നാൾ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാവ്യവൽക്കരണത്തിനെതിരായി നഖശികാന്തമുള്ള എതിർപ്പും പ്രതിഷേധവും രാജ്യത്താകെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇടതുപക്ഷമാണ്. ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ BJPയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ആൾ എത്ര അവജ്ഞയോടും പുച്ഛത്തോടും കൂടിയാണ് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതേ അവജ്ഞയും പുച്ഛവുമാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയോടും രാജ്യത്തിൻ്റെ പതാകയോടും രാജ്യത്തിൻ്റെ ഭരണഘടന നിഷ്കർഷിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങളോടും ഈ BJPക്കാർക്കും RSകാർക്കും ഉള്ളത് എന്ന് നാം തിരിച്ചറിയുകയാണ്. അവരുടെ മനസ്സിലുള്ള അവരുടെ മനസ്സിലുള്ള അഹങ്കാരം അവരുടെ വാക്കുകളിലൂടെ പുറത്തു വരികയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാനേ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് നേരിട്ട് വരികയാണ്. അർലേക്കർ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ആളാണ്. ആ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാനം വഹിക്കുന്ന ആൾ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭരണസിരാ കേന്ദ്രത്തിൻ്റെ ഭാഗമായ രാജ്ഭവനിൽ ഏതെങ്കിലും ഒരു ചിത്രം വെച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബിംബങ്ങൾക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാലോ അത് സാരമില്ല എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രയോഗമേ നമുക്ക് നടത്താൻ കഴിയില്ല. കാരണം ഇത്തരം ചെറിയ ചെറിയ സിംബലൈസേഷനാണ് രാജ്യത്തെമ്പാടുമുള്ള മാസ് മൊബിലൈസേഷനായി RSS മാറ്റിക്കൊണ്ടിരിക്കുന്നത്. RSSൻ്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോക്താക്കളായി രാജ്യത്തെ വിവിധ ഗവർണർമാർ മാറുന്ന കാഴ്ച വർത്തമാനകാല ഇന്ത്യയിൽ നാം വിവിധ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് അർലേക്കർ വന്ന സമയത്ത് തന്നെ കൃത്യമായ നിരീക്ഷണം SFI ഉൾപ്പെടെയുള്ള കേരളത്തിലെ പുരോഗമന വിദ്യാർത്ഥി സംഘടനകളും പുരോഗമന സംഘടനകളാകെയും നടത്തിയതാണ്. അർലേക്കർ ഒരു ഹാർഡ് കോർ RSSകാരനാണ്. ഒരു ഹാർഡ് കോർ RSSകാരന് ഇതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റെന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവുക? ഇവിടെ ഈ ചർച്ചയിൽ നാം ഉയർത്തേണ്ട പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ എൻ്റെ പാനലിസ്റ്റായ ആൾ ഉൾപ്പെടെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വളരെ ബുദ്ധിപരമായി മറ്റു ചില ചരിത്രങ്ങൾ പറഞ്ഞ് BJPയുടെ പ്രതിനിധി ഒളിഞ്ഞു മാറുകയാണ്. 1857 മുതലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ചരിത്രമാണല്ലോ പറയുന്നത്. ചരിത്രം പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണല്ലോ. 1857 മുതലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം BJPയുടെ പ്രതിനിധി നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം മറ്റൊന്നുമല്ല, ആ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഏടിലും ഒരു ദിവസവും ഒരു മണിക്കൂറിലും RSSൻ്റെ ഒരു വാക്കും നമുക്ക് കേൾക്കാൻ കഴിയില്ല. RSS നടത്തിയ ഒരു സംഭാവനയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. പിന്നെ ഏത് ചരിത്രത്തെപ്പറ്റി നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഏത് ചരിത്രമാണ് ഈ ചർച്ചയിൽ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്ക് 2 ചോദ്യത്തിന് മറുപടി പറയാതെ ഈ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും? ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്, സ്ട്രെയിറ്റ് ടു യു. 2 ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഒന്ന്, ഇന്ന് BJPയുടെ നേതാവ് ശിവരാജൻ പറഞ്ഞ ഇന്ത്യയുടെ ഭരണഘടന നിഷ്കർഷിക്കുന്ന, ഇന്ത്യ അംഗീകരിച്ച ഇന്ത്യയുടെ
ദേശീയ പതാകയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയിൽ നിന്ന് RSS ഉയർത്തുന്ന കാവിക്കൊടിയായി മാറ്റണം എന്ന് BJPയുടെ നേതാവ് പറഞ്ഞ പ്രതികരണത്തോട് ഇന്ത്യയുടെ ദേശീയത ഉയർത്തി രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന BJPയുടെ പ്രതിനിധിയായ നിങ്ങൾക്ക് യോജിക്കാനാവും? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ സഭ ചർച്ച ചെയ്ത് 1950 ജനുവരി 26 അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടനയോട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂറോ വിശ്വസ്തതയോ വിശ്വാസമോ ഉണ്ടോ എന്ന് നിങ്ങൾ തുറന്ന് ഈ ചർച്ചക്കകത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് ചോദ്യങ്ങളിൽ നിന്ന് എത്ര നാൾ BJPക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയും? ഇന്ത്യയുടെ ഭരണഘടന അമെൻഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ BJPയുടെ ചിരകാല സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള മൂവ്മെൻ്റ് ആണല്ലോ രാജ്യത്താകെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർവൽക്കരണം. ആ സ്വപ്നത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കാനാവും എന്ന ചോദ്യോടെ ബാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീരമായി ഇടികിട്ടി. അയോധ്യയിൽ ഫൈസാബാദിലടക്കം അതിന് തിരിച്ചടി നേരിട്ടാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശിവപ്രസാദ്, KP നൗഷാദ് അലി, ഇവിടെ എന്താണ് നമ്മളെ തരം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവിക്കുന്ന നമ്മുടെ ഒരു ശത്രു രാഷ്ട്രമുണ്ട്. ആ രാഷ്ട്രത്തിൻ്റെ പേരെന്താണ്? പാകിസ്ഥാൻ എന്നുള്ളതാണ്. പോട്ടെ, അതിൻ്റെ പട്ടാള മേധാവിക്ക് ട്രംപ്, നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൈ ഫ്രണ്ട് ട്രംപ് വിളിച്ചൂണൊക്കെ കൊടുത്തു വൈറ്റ് ഹൗസിൽ. പോട്ടെ, മറ്റൊരു വിഷയം. KP നൗഷാദ് അലി, ആ രാഷ്ട്രത്തെ കൂടി ചേർത്തുകൊണ്ടാണ് കേട്ടോ RSS സ്വപ്നം കാണുന്ന അഖണ്ഡ ഭാരതം. ആ രാഷ്ട്രത്തെ കൂടെ ചേർത്തുകൊണ്ടാണ്, പാകിസ്ഥാനെ കൂടെ ചേർത്തുകൊണ്ടാണ് RSS സ്വപ്നം കാണുന്ന അഖണ്ഡ ഭാരതം. എന്നിട്ട് പാലക്കാട്ടെ BJPയുടെ നേതാവ് കോൺഗ്രസിനോട് പറയുന്നത് കോൺഗ്രസ് പച്ചക്കൊടി പിടിക്കാനാണ്. എന്താ മറുപടി KP നൗഷാദ് അലി? ഇവിടെ ഞാൻ ആ ചോദ്യത്തിന് സ്പെസിഫിക് ആയി മറുപടി പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഭാരതാംബയുമായി ബന്ധപ്പെട്ടൊരു പശ്ചാത്തലം ഒന്ന് പറയാൻ അനുവദിക്കണം. കാരണം ഇന്ത്യയുടെ ഒരു BC ചരിത്രം തൊട്ടെടുത്താല് ഇവിടെ ഐരാണിയൻ, ബാക്ട്രിയൻ, റോമാക്കാർ, ടർക്കുകൾ, മംഗോൾ ടർക്കുകൾ, ശകൻ, കുശൻ, ഇങ്ങനെയുള്ള ഒരുപാട് ജനങ്ങൾ വന്നിട്ടാണ് ഈ രാജ്യം ഇന്ന് കാണുന്ന ഒരു ജനപദത്തിലേക്ക് ആദ്യ ചുവടുകൾ വെച്ചത്. ഈ AD ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഗുപ്ത മൗര്യ സാമ്രാജ്യം വന്നു. അതിനുശേഷം 4 നൂറ്റാണ്ടുകളുടെ ബൗദ്ധ കാലഘട്ടം വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ വേദിക് കാലഘട്ടം വരുന്നത്. അത് കഴിഞ്ഞ് ഒരു 12-ാം നൂറ്റാണ്ടോടുകൂടി ഇവിടെ ഡൽഹി സുൽത്താനേറ്റ് വന്നു. ഗസ്നി, ഗോറി, ഖിൽജി, ബാബുൽക്ക്, തുഗ്ലക്ക്, ലോധി ഒക്കെ ഉൾപ്പെടെയുള്ളവർ. അത് കഴിഞ്ഞ് മുഗൾ ഭരണം വന്നു. പിന്നെ കൊളോണിയൽ ആധിപത്യമൊക്കെ വന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇന്ത്യയുടെ ചരിത്രമാണ്. ഇതിലെ ഈ വേദിക് കാലഘട്ടത്തിലാണ് നമ്മുടെ പുരാണേതിഹാസങ്ങളും അതുപോലെ തന്നെ വേദോപനിഷത്തുകളും ഒക്കെ വലിയ തോതിൽ നമ്മുടെ ഇടയിൽ പ്രചാരം നേടിയത്. ആ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ എവിടെയും ഒരു സൂചന പോലും ഇത്തരത്തിലുള്ള ഒരു ഭാരതാംബയെ കുറിച്ചില്ല. പക്ഷെ 18-ാം നൂറ്റാണ്ടിന്റെ പിന്നെ 2ാം പകുതിയിൽ 19-ാം നൂറ്റാണ്ടോടുകൂടി വ്യത്യസ്തങ്ങളായ ആളുകൾ ഭാരതാംബയെ കുറിച്ച് സങ്കല്പിക്കുകയും മുന്നോട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ പണ്ഡിറ്റ് നെഹ്റു ഭാരതാംബയെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും മാനവികതയുടെയും പ്രതീകമാണ് ഭാരതാംബ എന്നാണ് അഭിപ്രായപ്പെട്ടത്. പക്ഷേ ഇവിടെ RSSകാർ കൊണ്ടു നടക്കുന്ന ഭാരതാംബയിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളുടെ പിന്നെ ഭൂപടങ്ങളും അതുപോലെ തന്നെ കാവിക്കൊടിയും സിംഹവും അതുപോലെ തന്നെ മറ്റു പല നമുക്ക് അപരിചിതങ്ങളായ അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതിന് പകരമുള്ള പലതരത്തിലുള്ള അനൗചിത്യങ്ങളും നിറഞ്ഞ ഒരു പ്രചാരവേല, രാഷ്ട്രീയ ആയുധം, ചിഹ്നമൊക്കെ ആയിട്ടാണ് ഇന്നിപ്പോ RSSകാര് മുന്നോട്ട് വരുന്നത്. അതിന്റെ ഗവർണർ തന്നെ ഭരണഘടനാ പദവിയിൽ ഇരുന്ന് അതിന് വലിയ തോതിൽ തെറ്റായ മാതൃകയും കീഴ്വഴക്കവും ഉണ്ടാക്കിയാണ്. വളരെ ഖേദകരവും സങ്കടകരവുമാണ്. അപ്പോ ഭാരതാംബയെ കുറിച്ച് ഇവിടെ RSSും അതുപോലെ കേരള ഗവർണറും ഉയർത്തിപ്പിടിക്കുന്ന ഭാരതാംബയുമായിട്ട് ഹിന്ദു മതത്തിനോ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ദേശീയോത്ഗ്രഥന പോരാട്ടങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. പിന്നെ RSSകാരെയും ഹിന്ദു മഹാസഭക്കാരെയും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അശ്വിൻ നിങ്ങൾ നോക്കണം, 1920കളിൽ ഇവിടെ നിസ്സഹകരണ പ്രസ്ഥാനം വന്നു, 1930കളിൽ ഇവിടെ നിയമലംഘന പ്രസ്ഥാനം വന്നു, 1948 ക്വിറ്റ് ഇന്ത്യ സമരം വന്നു. ഇതടക്കമുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രതിലോമകരമായ നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഇവര്. ഇവിടെ ഹെഗ്ഡേവാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ ഫ്രീഡത്തിലല്ല താല്പര്യം, ഞങ്ങൾക്ക് റിലീജിയസ് റിനൈസൻസിൽ അല്ലെങ്കിൽ റീജനുവേഷനിൽ സാംസ്കാരിക നവോത്ഥാനത്തിലാണ് താല്പര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാതെ ഇരുന്നതിനെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് MS ഗോൾവൽക്കർ കത്തെഴുതിയിട്ടുണ്ട്, ഞങ്ങൾക്കെതിരെ ശിക്ഷണ നടപടികൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അഹിംസാ സിദ്ധാന്തവുമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വന്നപ്പോ VD സവർക്കർ പ്രചണ്ഡമായ പ്രചാരണ കോലാഹലങ്ങൾ ഉയർത്തിവിട്ടിട്ടുണ്ട്. രാജ്യത്ത് ജിന്നയും സർവേന്ത്യ ലീഗും രാഷ്ട്രവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് 1936 സവർക്കറാണ് ആദ്യമായിട്ട് അഹമ്മദാബാദിൽ വെച്ച് ഹിന്ദു മഹാസഭ സമ്മേളനത്തില് രാഷ്ട്രവാദം ഉന്നയിച്ചത്.
1942 ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് പിന്നെ പ്രവിശ്യ ഭരണകൂടങ്ങൾ കോൺഗ്രസ് ഒഴിഞ്ഞു പോയപ്പോ സർവേന്ത്യ ലീഗിനൊപ്പം സിന്ധുലും പഞ്ചാബിലും അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിലും പിന്നെ ബംഗാളിലും ഒക്കെ അധികാരം പങ്കിട്ട ആളുകളാണ് ഇവിടുത്തെ ഹിന്ദു മഹാസഭക്കാരിൽ ശ്യാമപ്രസാദ് മുഖർജി അടക്കമുള്ള ആളുകള് മന്ത്രിമാരായിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോൾവൽക്കറിന്റെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്, വി ഹാവ് നോ ഇന്റൻഷൻ ടു ടേക്ക് പാർട്ട് ഇന്ത്യ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പരസ്യമായിട്ട് ഗോൾവൽക്കർ പറഞ്ഞിട്ടുണ്ട്. സവർക്കറിന്റെ മാപ്പപേക്ഷ ഉൾപ്പെടെ അദ്ദേഹം 1924 ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനും ഇമ്പീരിയലിസത്തിനും ഒക്കെ അനുകൂലമായിട്ടുള്ളതായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മുഴുവൻ ഹിന്ദു യുവാക്കളെയും നമ്മുടെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരാൻ സവർക്കർ പ്രേരിപ്പിക്കുകയും ആഹ്വാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനുമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇഞ്ചോടിച്ച് പോരാടുന്ന, ബ്രിട്ടനെതിരായിട്ട് പോരാടുന്ന ഈ പറഞ്ഞ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇവിടുത്തെ ഹിന്ദു മഹാസഭക്കാരെയും സംഘപരിവാറിനെയും നോക്കി നിങ്ങള് കൊളോണിയലിസത്തിന്റെ പാവകളും പിടിയാളുകളുമാണ് എന്ന് പരസ്യമായി ആക്ഷേപിച്ചത്. അത്തരത്തിൽ നമ്മുടെ സമൂലവും സുവർണവുമായ ചരിത്ര ദശകളിൽ എവിടെയും ഇടമില്ലാത്ത സംഘപരിവാറും RSS ഒക്കെ കാലം കുറെ കഴിയുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ സംഘടനാ അധികാര ബലമൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ ചിഹ്നങ്ങളുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാര കേന്ദ്രങ്ങളെ മലിനപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനെ മതേതര ജനാധിപത്യ മനസാക്ഷിയുള്ള മുഴുവൻ ഐക്യപ്പെടേണ്ടതുണ്ട്. ഞാൻ എത്താം കെ.പി. നൗഷാദ് അലി. ശ്രീ വി.പി. ശ്രീധരനാഭൻ, ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമ്മുടെ നിരപരാധികളായ നമ്മുടെ 26 കൂടപ്പിറപ്പുകളെ വെടിവെച്ച് കൊല്ലാൻ നേതൃത്വം കൊടുത്ത ഒരു രാജ്യത്തെ, ആ പാകിസ്ഥാനെങ്കിലും നമുക്ക് അഖണ്ഡ ഭാരതത്തിൽ നിന്ന് വെട്ടിക്കളയാൻ പറ്റുമോ? അല്ല, ഞാനിവിടെ ഈ ഗവർണർ ചെയ്തത് ഭരണഘടനാ വിരുദ്ധ പ്രവൃത്തിയാന്ന് പറഞ്ഞു. ഒന്ന് ഹൈക്കോടതി പോകണം പ്ലീസ്, എൻ്റെ ഒരു അപേക്ഷയാണ്. ഒന്ന് കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം അവിടെ ഭാരതാംബയുടെ ഫോട്ടോ വെക്കുന്നതിനെതിരെ ഒന്ന് ഹൈക്കോടതി പോകണം ദയവ് ചെയ്തിട്ട്. പറ്റുമെങ്കിൽ കപിൽ സിബലിനെ തന്നെ കൊണ്ടുവന്ന് കേസ് ഏൽപ്പിക്കണം, എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം തമിഴ്നാട്ടിൽ BJP ഓഫീസിൻ്റെ അകത്ത് വെച്ച ഭാരതാംബേൻ്റെ പ്രതിമയെടുത്ത് പോലീസുകാർ പോയി. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി വെങ്കടേഷ് എന്താ പറഞ്ഞറിയാം, കൊണ്ട് വെക്കാവിടെയെന്ന്, കൊണ്ട് വെക്കാവിടെ. BJP ഓഫീസ് നിങ്ങളൊന്ന് ചെല്ല്. ഗവർണർ ചെയ്ത് ഭരണഘടനാ വിരുദ്ധ ഞങ്ങളെ തമിഴ്നാട്ടിൽ ഞങ്ങളെ ഓഫീസിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ഭാരതമാതാവിൻ്റെ പ്രതിമ, സ്റ്റാലിൻ്റെ പോലീസ്. അന്ന് ഹൈക്കോടതി ജസ്റ്റിസ് വെങ്കടേഷ് പറഞ്ഞ് കൊണ്ട വെക്കവിടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് ഇത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണെങ്കിൽ ഒന്ന് ഹൈക്കോടതിയെ സമീപിക്കണം, എൻ്റെ ഒരു അപേക്ഷയാണ്. പിന്നെ 2, ഭരണഘടനാ സഭയിൽ ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ഭരണഘടനാ സഭയിൽ ഉണ്ടായിരുന്നല്ലോ. എൻ്റെ അറിവിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അതിൻ്റെ അകത്ത് കയറ്റിയിട്ടില്ലല്ലോ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാവ്, ബംഗാളിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭരണഘടനാ സഭയിലെത്തി. എന്തേ കമ്മ്യൂണിസ്റ്റുകാരും എത്തിയില്ല? അപ്പം അതൊന്നും പറയണ്ട. പിന്നെ ഇവർ കോൺഗ്രസ്സുകാർ പറയുന്നു ഞങ്ങൾ എന്താ ഇതിനൊക്കെ തകർക്കുക. 25-ാം തീയതി അടിയന്തരാവസ്ഥയുടെ വാർഷിക കോൺഗ്രസ്സുകാർ, അത് ജൂൺ മാസമാണ്, ഇന്ന് 20. 5 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളിത് തീ കൊടുത്തതിൻ്റെ വാർഷിക. അമ്മയ്ക്കും മോനും വേണ്ടി, ആർക്ക് വേണ്ടി? ഒരു കുടുംബത്തിലെ 2 അംഗങ്ങൾക്ക് വേണ്ടി ഇതിന് തീ കൊടുത്തതിൻ്റെ വാർഷിക, 50ാം വാർഷികം, 50th ആനിവേഴ്സറി. നിങ്ങളുടെ കിരാത ഭരണത്തിൻ്റെ കിരാത ചെയ്തികളുടെ ഗോൾഡൻ ജൂബിലി. പിന്നെ നിങ്ങൾ പറയുന്നു ഞങ്ങളിതൊക്കെ തകർത്തു എന്ന്. മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ കോൺഗ്രസ് ജയിച്ചിട്ട് 40 കൊല്ലമായിട്ടോ. രാജ്കോട്ടിലും പോർബന്തറിലും ഗുജറാത്തിലും അഹമ്മദാബാദിലും ഗാന്ധിനഗറൊക്കെ ഉൾപ്പെട്ട ഗുജറാത്തിൽ കോൺഗ്രസ് ജയിച്ചിട്ടേ 40 കൊല്ലമായി ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട്. മനസ്സിലാക്കണം, 40 കൊല്ലമായി. പശ്ചിമ ബംഗാളിൽ പോലും കമ്മ്യൂണിസ്റ്റുകാരെ വേണ്ട, 1.71% വോട്ടിൽ മൂലക്കിരിക്കുക. ബംഗാളിൽ ഒരു MLA പോലും ഇല്ല. ത്രിപുരയിലും അതാണ് അവസ്ഥ. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ, ഏത് വിരൽത്തുമ്പിൽ വിവരമുള്ള ഈ ഇന്റർനെറ്റ് യുഗത്തിൽ 3ാം വട്ടവും ജയിച്ചു വന്നിരിക്കുക. 3ാം വട്ടവും. എം ശിവപ്രസാദ് എന്ന് പറയുന്ന ഒരു യുവാവ്, ദിനുവയിൽ എന്ന് പറയുന്ന ഒരു യുവാവ്, 2 യുവാക്കൾ ചോദിച്ച ചോദ്യങ്ങളോട് അങ്ങ് വ്യക്തിയധിക്ഷേപം നടത്തിയതല്ലാതെ മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തൊക്കെയോ പറഞ്ഞു ആളുകൾ എങ്ങനെ പോവാ. അതെ, ഇതൊക്കെയാണ് ഉത്തരം. ഇതാണ് ഉത്തരം. ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചവരാണ് ഞങ്ങൾ. ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. 1.71% CPM-ന്റെ ഒപ്പമല്ല.
അപ്പൊ ആ യുക്തിയാണെങ്കിൽ അല്ല ഞാൻ പറയുന്ന അപ്പൊ ഞാൻ പറയുന്ന ആ യുക്തിയാണെങ്കിൽ BJP കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിപ്പോണം. കാരണം കേരളം CPM-നൊപ്പമാണല്ലോ. CPM ഭരണ തുടർച്ച കിട്ടിയല്ലോ. അല്ല കേരളത്തിൽ CPM ഭരണ തുടർച്ച കിട്ടി. അല്ല ഞാൻ പറഞ്ഞ ആ യുക്തി അധികാരത്തിന്റെ ആ യുക്തിയാണെങ്കിൽ ഭരണ തുടർച്ച എന്ന് പറയുന്നത് ചെയ്തു കൂട്ടുന്ന സകല നെറുകേടുകൾക്കുള്ള അംഗീകാരം എന്നതാണെങ്കിൽ നിങ്ങൾ ആ വാദം ഇവിടെ കൂടെ ആ ലോജിക്ക് അപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടുത്തെ എന്താണ് കേരളം അംഗീകരിച്ച CPM-നെയാണ്. പിന്നെ BJP വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവിടെ? അതെ പറഞ്ഞുതരാ. പറ. അംഗീകരിച്ചല്ലോ, അംഗീകരിച്ചിങ്ങനെ വരികയാണല്ലോ. ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, ഇന്ന് രാജ്ഭവനിൽ ഏതാനും വർഷത്തിനുള്ളിൽ ക്ലിഫ് ഹൗസിലും വരും ഭാരതമാത. ഭാരതാംബ ഏതാനും വർഷത്തിനുള്ളിൽ ക്ലിഫ് ഹൗസിലും വരും. ഒറീസയിൽ വന്നു, ഹരിയാനയിൽ വരും. 30 സീറ്റ് പിടിക്കും, ബാക്കി എങ്ങനോ അധികാരം പിടിക്കുന്നൊക്കെ പറഞ്ഞ നേതാവെന്തോ ഉണ്ടായിരുന്നു. സുരേന്ദ്രൻ പറഞ്ഞത് ആവർത്തിക്കാം. ഇതൊക്കെ കാത്തിരിക്കൂ, ഞങ്ങൾ ഒന്നുമല്ലാത്ത ഒറീസ ഞങ്ങൾ പിടിച്ചില്ലേ. ശരി, പക്ഷെ ദിനുവയിലെ ചോദ്യം, ശിവപ്രസാദിന്റെ ചോദ്യം, രണ്ട് ചെറുപ്പക്കാരുടെ ചോദ്യം അങ്ങയ്ക്ക് മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങ് അവർക്കെതിരെ വ്യക്തിധിക്ഷേപം നടത്തിയതല്ലാതെ മറുപടി പറഞ്ഞിട്ടില്ല. ചോദ്യം പോട്ടെ, ഇനി അടുത്ത ഇന്ത്യയിലെ ജനങ്ങൾ പോട്ടെ, ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. ജനങ്ങൾ പുച്ഛിച്ചു തള്ളിയവർ ശരി, ഒരു സ്വാധീനവും തെമ്മാടി രാഷ്ട്രത്തെ കൂട്ടുപിടിച്ച് അഖണ്ഡ ഭാരതമാണോ നിങ്ങളുടെ സ്വപ്നം എന്ന് ചോദിച്ചാൽ അങ്ങേക്ക് പറയാൻ പറ്റുമോ? അഖണ്ഡ ഭാരതം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? RS നടപടി ഉണ്ടാവില്ലേ? അങ്ങയുടെ കുറ്റമല്ല, ഞാൻ ആവർത്തിക്കുന്നില്ല, വിട്ടേക്കൂ. ഞങ്ങളെ ഭാരത സങ്കല്പം അതാന്ന്. ഏതാ പാകിസ്ഥാൻ ചേർക്കുന്നത്? ഞങ്ങളുടെ ഭാരത സങ്കല്പം അതാണ്. ഏതാ പാകിസ്ഥാനെ കൂട്ടുന്നത്? വളരുന്നത് ഏതാ പാകിസ്ഥാനെ കൂട്ടുന്നത്? ഞങ്ങളെ ഭാരത സങ്കല്പം കാണുന്നതാണ്. ഏതാ പാകിസ്ഥാനെ കൂടെ ചെയ്യുന്നത്? പിന്നെ നിങ്ങൾ ഈ പറയുന്ന പാകിസ്ഥാൻ വിരുദ്ധതയ്ക്ക് വല്ല ആത്മാർത്ഥതയുണ്ടോ? എന്ത് സംശയം? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പാകിസ്ഥാൻ ആത്മാർത്ഥതയ്ക്ക് വല്ല ആത്മാർത്ഥതയുണ്ടോ? നാളെ നിങ്ങൾ ആ പാകിസ്ഥാൻ കൂടെ ചേർന്ന് വിശാലമായ ഇന്ത്യ ആവാൻ ഇരിക്കുന്നവരാ. ആരാ? അസീം മുനീറിനെ, ഈ പറയുന്ന ഇഷാഖ് ദറിനെ, അവരുടെ വിദേശകാര്യമന്ത്രിയെ ഒക്കെ കൂട്ടി ഇങ്ങോട്ടൊക്കെ പച്ചപ്പരാതെ ഇരിക്കുന്നവരാ നിങ്ങൾ പറയാൻ. നിങ്ങൾ പിന്നെ പാകിസ്ഥാൻ വിരുദ്ധ പറയണോ? കോൺഗ്രസ്സുകാർ ഓരി വെച്ച് വെട്ടിമുറിച്ച് കൊടുത്തതല്ലേ നിങ്ങളുടെ സങ്കല്പം? മുന്നിൽ മുട്ടുമടക്കി വെട്ടിമുറിച്ച് കച്ചവടാക്കിയതല്ലേ ലീഗും കോൺഗ്രസും കൂടി മുറിച്ചതല്ലേ? ലീഗും കോൺഗ്രസും കൂടി വെട്ടിമുറിച്ചതല്ലേ ഭാരതത്തെ? പാകിസ്ഥാൻ ചേർക്കാൻ തീരുമാനമാണോ? ഇന്ത്യ വെട്ടിമുറിച്ചതിന്റെ ചോര കോൺഗ്രസ്സുകാരെ കയ്യില്. ചേർക്കാനാണോ പ്ലാൻ? എവിടെ എത്തി കോൺഗ്രസ്? ഇഷാഖ് ദറിന് അവരുടെ വിദേശകാര്യമന്ത്രിക്ക് എന്ത് പോസ്റ്റാ കൊടുക്കുക? അപ്പോ BJP കോൺഗ്രസ്സുകാർ ആഘോഷിക്കുക. അസീം മുനീറിന് എന്ത് പോസ്റ്റാ കൊടുക്കുക? സൈന്യത്തിൽ മൂന്നക്ക സംഖ്യ ഇല്ല കോൺഗ്രസിന്. ഏത് ആഘോഷ? 99 ആഘോഷം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ 405 സീറ്റാ. ഇപ്പൊ കോൺഗ്രസ്സുകാർ ആഘോഷിക്കുക. കേക്ക് വിതരണം എന്ത് 99 100 മൂന്നക്ക സംഖ്യ ഇല്ല. എവിടെ എത്തി ഇവരെവിടെ എത്തി? ഞാൻ കുറ്റപ്പെടുന്നില്ല. 15 മുഖ്യമന്ത്രിമാർ. തിരുവയിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ യുവാവ്, എം ശിവപ്രസാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യുവാവ് മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങ് തൊട്ടിട്ടില്ല ചോദ്യത്തോട്. നല്ല കാര്യമാണ്, എനിക്ക് ഇടവേള വേണമെന്ന്. ഓക്കെ, നല്ല മൂർച്ചയുള്ള ചോദ്യം ചോദിച്ചു അങ്ങേക്ക് നേരെ. ശിവപ്രസാദ് നീർക്കുന്ന 2 ചോദ്യം ചോദിച്ചു. അങ്ങ് തൊട്ടിട്ടില്ല. തൊടാൻ പറ്റില്ല, കുറ്റപ്പെടുന്നില്ല. ശരി, ജനങ്ങൾക്ക് താല്പര്യമില്ലാന്ന് കമ്മ്യൂണിസ്റ്റുകാരോട് JNUവിൽ SFIക്ക് 0 അല്ലേ കിട്ടി? എന്തുവാ സാറേ JNUവിൽ ഇത്തവണ ഇലക്ഷൻ എന്തുവാ സാറേ പറഞ്ഞു? 23 കൗൺസിലർമാർ. അങ്ങൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ചർച്ചയ്ക്ക് വിടുന്ന ഒരു പ്രധാന ഒരു വക്താവല്ലേ? അങ്ങേക്ക് ഒരു ചോദ്യത്തോട് നേർക്കുന്ന മറുപടി ഇല്ലാതെ അങ്ങ് കാട് കയറി JNU പോയി, അങ്ങ് ഗുജറാത്തിൽ പോകുന്നു, അങ്ങ് ഒഡീഷയിൽ പോകുന്നു. അല്ല, മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. കമ്മ്യൂണിസ്റ്റുകാർ ചോദിക്കുന്ന ചോദ്യം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഓക്കെ, ഞാൻ ശിവപ്രസാദ് മറുപടി താല്പര്യമില്ല. താല്പര്യമില്ല, ജനങ്ങൾ അവരെ ഒഴിവാക്കി. ശിവപ്രസാദ്, ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവില്ലാതെ ഇവിടെ BJPയുടെ ആദ്യത്തെ ആ പോസ്റ്റിൽ കാവിക്കൂടി പോയി ദേശീയ പതാക വന്നായിരുന്നു. പാകിസ്ഥാൻ ചേരുന്ന അഖണ്ഡം പോയി നമ്മുടെ ഒറിജിനൽ ഭൂപടം വന്നായിരുന്നു. പിന്നെ അത് വാർത്തയപ്പോൾ അത് മാറി. ആ ചോദ്യത്തിന് ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ പറഞ്ഞത് ഇത് ഭരണഘടനയാണ് പ്രശ്നമെങ്കിൽ ശിവൻകുട്ടി 20 മിനിറ്റ് വൈകി വന്നത് ഭരണഘടനാ പ്രശ്നമല്ലെന്നാണ് ചോദിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ചോദിക്കുമ്പോൾ ഇവിടെ തമിഴ്നാട്ടിലെ ഭാരതാംബ എടുത്തുകൊണ്ട് പോയപ്പോൾ കോടതി അവർ തിരിച്ചുകൊണ്ട് വെക്ക് എന്നതിനെ രാജ്ഭവനോട് ഡിക്റ്റേറ്റ് ചെയ്തതിനെ കുറ്റം പറയാൻ പറ്റുമോ ശിവപ്രസാദ്? ഇതിനകത്ത് ഈ വിവാദങ്ങളാകെയും ഭരണഘടനയ്ക്ക് നേരെയുള്ള അക്രമമാണെങ്കിലും ഇതിൻ്റെ ഗുണപരമായ ഒരു വശം എന്താണ് BJP എന്നും എന്താണ് RSSൻ്റെ ഇന്ത്യൻ ദേശീയതയെ സംബന്ധിച്ചുള്ള ആശയമെന്നും തുറന്നു കാട്ടപ്പെടുന്ന വിവാദമായി കേരളത്തിലെ വിവാദം മാറുകയാണ്. ഒരു കാര്യത്തിൽ എനിക്ക് ഏതായാലും സന്തോഷമുണ്ട്.
എൻ്റെ പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഗവർണർ ഭരണഘടന പഠിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഹൈക്കോടതിയിലേക്ക് പോകണം എന്നാണ്. ഇപ്പോൾ ഏതായാലും അഖണ്ഡ ഭാരതത്തിൽ പാകിസ്ഥാൻ കൂടി ഉള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ പാകിസ്ഥാനിലേക്ക് പോകണം എന്നിപ്പോൾ BJPയുടെ പ്രതിനിധി പറയുന്നില്ല. അത്രയും സന്തോഷമുണ്ട്. എന്താ ഇവർ ഈ രാജ്യത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുൽവാമയെ പറ്റി നിരന്തരം പറയുന്നവർ, ഭീകരാക്രമണങ്ങളെപ്പറ്റി നിരന്തരം പറയുന്നവർ, മത തീവ്രവാദത്തെപ്പറ്റി നിരന്തരം പറയുന്നവർ, ആ മത തീവ്രവാദത്തിൻ്റെ എക്കാലത്തെയും സ്പോൺസറായ പാകിസ്ഥാനെ കൂടി ചേർത്ത് വെക്കുന്ന അഖണ്ഡ ഭാരത സങ്കല്പത്തെപ്പറ്റി വാദോരാതെ സംസാരിക്കുകയാണ്. എത്ര മനോഹരമായ സങ്കല്പത്തെപ്പറ്റിയാണ് BJPയുടെ പ്രതിനിധി പറയുന്നത്. ഏതായാലും ഈ വിവാദം BJPയുടെ യഥാർത്ഥ RSSൻ്റെ അജണ്ട രാജ്യത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്ന വിവാദമായി മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം ഈ ചർച്ചയുടെ മുഴുവൻ സമയവും അങ്ങ് ദയവ് ചെയ്ത് BJP പ്രതിനിധിയെ സംസാരിക്കാൻ അനുവദിക്കണം എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചർച്ച കേൾക്കുന്ന കേരളത്തിലെയും രാജ്യത്തെയും മുഴുവൻ മനുഷ്യർക്കും, മലയാള ഭാഷ മനസ്സിലാവുന്ന മുഴുവൻ മനുഷ്യർക്കും എന്താണ് BJP എന്ന് വളരെ വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊന്നും പറയാതെ തന്നെ, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചർച്ചയെ തുറന്നു കാട്ടാതെ തന്നെ, BJPയുടെ ആശയം തുറന്നു കാട്ടാതെ എന്താണ് BJP എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം തന്നെ തുറന്നു കാട്ടുന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാരണം ഭരണഘടനാ സഭയെ സംബന്ധിച്ചാണ്. ഭരണഘടനാ സഭയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അദ്ദേഹം ചരിത്രം നന്നായി പഠിക്കുന്ന ആളാണ് എന്ന് ചരിത്രം കേൾക്കുമ്പോൾ, അദ്ദേഹത്തിന് ചരിത്ര അനാവർത്തനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1934 MN റോയ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ സമിതി വേണം എന്ന നിർദ്ദേശം ആദ്യം മുന്നോട്ട് വെക്കുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ ദേശീയത പഠിപ്പിക്കാൻ ഏതായാലും BJP പ്രതിനിധി വളർന്നിട്ടുമില്ല. BJP പ്രതിനിധിയിൽ നിന്ന് ദേശീയത, ഇന്ത്യൻ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം പഠിക്കേണ്ട ഗതികേട് കേരളത്തിലെയോ രാജ്യത്തെയോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിട്ടുമില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ജയിലിൽ ആ സ്വാതന്ത്ര്യം ആഘോഷിച്ച് AKG ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പിന്മുറക്കാരാണ് ഞങ്ങൾ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഇന്ത്യയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന 9 പേർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അനുഭവിക്കേണ്ടി വന്ന ജയിൽ ശിക്ഷയുടെ വർഷം ഏതാണ്ട് 60 വർഷമാണ്. ആ ഞങ്ങളെ നോക്കിയിട്ടാണ് ദേശീയതയെപ്പറ്റിയും സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റിയുമൊക്കെ പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധി പറയുന്നത്. പിന്നെ ഏറ്റവും തമാശയായി അദ്ദേഹം ഒരു കാര്യം പറയുന്നത് സുരേന്ദ്രൻ്റെ പ്രസ്താവനയാണ്. സുരേന്ദ്രൻ്റെ പ്രസ്താവനയ്ക്കൊന്നും ഞങ്ങളെല്ലാവരും ഒണ്ടേ മറുപടി പറയലില്ല. പിന്നെ അദ്ദേഹം ഈ ചർച്ചയെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പറയാം. ഇതേ സുരേന്ദ്രൻ 2021 നടത്തിയൊരു പ്രസ്താവന BJPയുടെ പ്രതിനിധി ഒന്ന് പൊളിതട്ടിയെടുക്കുന്ന ഒന്നാവും. 30 പ്രതിനിധികളെ ജയിപ്പിച്ച് കേരളം ആര് ഭരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് 21 തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് 30 പോയിട്ട് 30ൻ്റെ 3 കിട്ടിയില്ല, മുട്ട കിട്ടിയിട്ട് കേരളത്തിനകത്ത് ജനങ്ങളാൽ തമസ്കരിക്കപ്പെട്ട ഒരു പാർട്ടിയായി BJP മാറിയിട്ടുണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് ശിവൻകുട്ടിയോട് വൈരാഗ്യം. അതുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടിയോട് ഇവർക്ക് വൈരാഗ്യം. അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചത് ഇവർക്ക് തെറ്റായി തോന്നിയേക്കാം. പക്ഷേ ഈ രാജ്യത്തെ മനുഷ്യർക്ക് അദ്ദേഹം ചെയ്തത് 100% ശരിയാണ് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ പറയുകയാണ്. SFയുടെ പഴയ സംസ്ഥാന സെക്രട്ടറിയാണ് പ്രിയപ്പെട്ട V ശിവൻകുട്ടി. ഇന്ന് ഞങ്ങളോടൊപ്പം കോഴിക്കോട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഏറെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ SFയുടെ പരിപാടിയിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്തത്. കാരണം ഈ RSS നടപ്പിലാക്കുന്ന സംഘപരിവാര അജണ്ടയെ 2021 കേരളത്തിൽ പരാജയപ്പെടുത്തി കേരളത്തിലെ നിയമസഭയിലേക്ക് വന്ന ആളാണ് V ശിവൻകുട്ടി. അദ്ദേഹത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കുമ്പോൾ ആ ഏൽപ്പിച്ച വിദ്യാഭ്യാസ വകുപ്പിനെ കേരളത്തിലെ വികസന മോഡലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ ഹാർട്ടായി മാറ്റിയിട്ടാണ് അദ്ദേഹം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ആക്രമിക്കുക ഞങ്ങൾ കൃത്യമായി പറയാം, ഇത് RSSൻ്റെ അജണ്ടയാണ്. ഇപ്പോൾ തുടക്കത്തിലെ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് അക്കാഡമിക്കായി RSS തയ്യാറാക്കുന്ന പദ്ധതിയാണെന്ന്. എനിക്ക് തോന്നുന്നു അറിയാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് സ്പിറ്റ് ഓഫ് എ ടങ് ആയി വന്നതാണ് എന്ന് ഞാൻ കരുതുകയാണ്. അക്കാഡമിക്കായി, സത്യത്തിൽ അതാണ് ശരി, അക്കാഡമിക്കായി 2014 BJP അധികാരത്തിലെത്തിയ നാൾ മുതൽ രാജ്യത്തിനകത്തെ RSS നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരവൽക്കരണത്തിൻ്റെ കേരളത്തിലെ പുതിയ മുഖമായിട്ടാണ് 6 ഏക്കർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെ നാം കാണുന്നത്. ആ വിവാദങ്ങളിൽ ഇന്ന് എത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ ദേശീയ പതാകയിലാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 1950 മുതൽ 2002 വരെ RSSൻ്റെ ഒരു കാര്യാലയത്തിലും ഈ പറയുന്ന ദേശീയ പതാക ഉയർത്താത്തവരാണ് ഇന്ത്യൻ ദേശീയത ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ എന്ന് ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി നമുക്ക് ഓർത്തെടുക്കേണ്ടതായി വരും. 2001 3 ചെറുപ്പക്കാർക്കെതിരെ BJPക്കാർ കൊടുക്കുന്ന ഒരു കേസുണ്ട് നാഗ്പൂരിൽ. ബലമായി നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ കടന്നു ചെന്ന് ദേശീയ പതാക ഉയർത്തി എന്നതാണ് അന്ന് BJPയുടെ നേതാക്കന്മാർ കൊടുത്ത കേസ്. അപ്പോൾ ഇതെല്ലാം നാം ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്ത് നല്ല കാര്യം, നമ്മൾ അഖണ്ഡ ഭാരത സങ്കല്പം നല്ലതാണ്. കാരണം എന്താണ്, ഇഷ്ടമല്ലാത്തൊരു പാകിസ്ഥാനിലോട്ട് പോകുമെന്ന് പറയില്ലല്ലോ. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള അഖണ്ഡ ഭാരതമാണല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഒന്നാണ് എന്ന ആശയം അത് നല്ല കാര്യമാണ്. ദിനു ഇവിടെ നേരത്തെ ശ്രീ VP ശ്രീവന്ദനാഭൻ പാലക്കാട്ടെ ശിവരാജന്റെ പ്രസ്താവനയെ ഏതാണ്ട് തള്ളിപ്പറഞ്ഞെങ്കിലും ശിവരാജൻ RSSന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആദ്യകാല നേതാക്കളുള്ള ഒരാളാണ്. BJPയുടെ ദേശീയ നേതാവായിരുന്ന, അടുത്ത കാലത്തൊരു ഇപ്പോഴാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ദേശീയ അവർ മുതിർന്ന നേതാവാണ്. അദ്ദേഹം
മനോരമ ന്യൂസിന് കൊടുത്ത ഒരു ബൈറ്റിൽ ഞാൻ കേട്ടത് അദ്ദേഹം പറയുന്നത് ഇവിടെ നരേന്ദ്രമോദിയെ നിയമിച്ചത് RSS അജണ്ട നടപ്പാക്കാനാണ്, ശിവരാജനെ അവിടെ നഗരസഭയിൽ നിയമിച്ചത് RSS അജണ്ട നടപ്പാക്കാനാണ്, ഗവർണറെ രാജ്ഭവനിൽ നിയമിച്ചത് RSS അജണ്ട നടപ്പാക്കാനാണ്, ദേശീയ പതാക മാറ്റണം, കാവിക്കൊടിയാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് തുറന്ന് ഇപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുള്ള കാര്യമായിരിക്കും ദേശീയ പതാക മാറ്റി എന്താണ് കാവിക്കൊടിയാക്കിക്കൊള്ളാം, അത് കാവിക്കൊടിയാക്കണം എന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവം വന്നു തുടങ്ങിയോ ദിനു? നേരത്തെ ശ്രീ പത്മനാഭൻ എന്നെ മാരീജൻ എന്നൊക്കെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. മാരീജനിലൊക്കെ ചെറിയ ലൈറ്റ് വെർഷൻസ് ആണ് നിറം മാറുന്നതിൻ്റെ. എനിക്കൊന്ന് നല്ല ഒന്നാം തരം കുമ്പിടി ഓന്തുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഇവർ ഒരിക്കലും അഖണ്ഡ ഭാരത് എന്ന് പറയും, തൊട്ടടുത്ത സമയത്ത് പ്രശ്നമായി കഴിഞ്ഞാൽ ഇന്ത്യയുടെ മാപ്പ് വെക്കും, ഇന്ത്യൻ പതാക വെക്കില്ല കാവി പതാക വെക്കും, പ്രശ്നമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇന്ത്യൻ പതാക വെക്കും. അപ്പോൾ ഒരു കുമ്പിഡിഫിക്കേഷൻ നമുക്ക് കൃത്യമായി കാണാൻ വേണ്ടി പറ്റും ഇവരുടെ അകത്ത്. RSSും BJPയും ബജ്രംഗ് ദളും ഒക്കെ അടങ്ങുന്ന നൂറുകണക്കിന് ഹിന്ദുത്വ സംഘടനകൾ ഞങ്ങൾ അതിൻ്റെ ഭാഗമല്ല ഇതിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിറം മാറിക്കൊണ്ടേയിരിക്കും. അപ്പം മാരീജൻ്റെ ഒക്കെ 100% അടിപൊളിയായിട്ടുള്ള ഉഷാർ കുമ്പിടി ഓന്തുകളാണ് ഇവർ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന ഹർ ഘർമേം തിരങ്കി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീട്ടിലും ദേശീയ പതാക ഉയർത്താൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിയോടൊക്കെ എത്ര വൈരാഗ്യമാണോ ഈ പറയുന്ന RSS BJP പ്രതിനിധികൾക്കൊക്കെ. ഇവർ കാവിക്കൊടി വിട്ടിട്ട് ഇന്ത്യൻ പതാക എടുക്കുന്നില്ലെന്നേ. നരേന്ദ്രമോദി പറഞ്ഞാലും കേൾക്കില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്ന ഒരു ദേശീയ മുസ്ലിം ഉണ്ടല്ലോ, അബ്ദുള്ളക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് ഈ ദേശീയ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു ഒരു 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 തട്ടമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഭാരതമാതാവിനെ അങ്ങ് ഉണ്ടാക്കിക്കൂടാ? അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിൽ കൂടെ നിങ്ങൾക്ക് ഭാരതമാതാവിനെ ഉണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന ദേശീയ മുസ്ലിങ്ങൾക്കും കൂടെ നിങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുത്തുകൂടേനെ. ഇതിന് രണ്ടിനും കൂടെ നിങ്ങൾക്ക് തയ്യാറാവുമല്ലോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭൂരിപക്ഷമാണ് ജനാധിപത്യം എന്നൊക്കെ ഇത്ര പ്രായമായിട്ട് പോലും ശ്രീ പത്മനാഭനെ പോലുള്ള ഒരാൾ കണക്കാക്കുന്നു എന്നുള്ളതിൽ പകരം എന്ത് ലജ്ജിക്കാനാണ് ഈ രാജ്യത്ത് ഇരുന്നു കൊണ്ടുള്ളത്? ഓരോ ന്യൂനപക്ഷത്തിലെ അവസാനത്തെ മനുഷ്യനും നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനയുള്ള രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഭൂരിപക്ഷത്തിന്റെ നീതി എന്ന് അലറിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായ ഫാസിസ്റ്റ് സങ്കല്പമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സങ്കല്പവുമില്ല. അദ്ദേഹം തൊട്ടു മുൻപ് അഴിച്ചുവിട്ട നുണകളുടെ കുരുക്കുകളുണ്ട്. ഞാനത് വിശദീകരിക്കാൻ പോകുന്നില്ല. വിവരം കൈത്തുമ്പിൽ എന്നാണല്ലോ പറഞ്ഞത്. വൈറൽ ശിവശങ്കർ 2025 എഴുതിയ ഒരു ആർട്ടിക്കിൾ മാത്രം നോക്കിയാൽ മതി. 1952 മാനിഫെസ്റ്റോയിൽ തന്നെ ഹിന്ദു മഹാസഭയായിട്ടും ജനസംഘമായിട്ടും യാതൊരു ബന്ധമില്ലെന്നും കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ള അംബേദ്കറിന്റെ 52ലെയും ഇലക്ഷനെ കുറിച്ചുള്ള കൃത്യമായ രേഖകൾ ഫാക്ട് ഫൈൻഡിംഗ് ആയിട്ട് അതുണ്ട്. അപ്പൊ നിങ്ങൾ ഈ തുടർച്ചയായി കുരുത്തുവിടുന്ന നുണകളിൽ ചരിത്രബോധമില്ലാത്ത മനുഷ്യർ മാത്രമേ കുരുങ്ങുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് നിങ്ങളെങ്കിലും നരേന്ദ്രമോദി പറഞ്ഞ ഹർ ഘർ തിരങ്കി അനുസരിച്ചുകൊണ്ട് RSS കാര്യാലയത്തിൽ പോയ 52 വർഷങ്ങളോളമായിട്ട് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താൻ പോലും കഴിയാത്ത നിങ്ങളാണോ ദേശസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത്? എനിക്ക് ഒരൊറ്റ കാര്യത്തിലാണ് ശ്രീ പത്മനാഭനോട് നന്ദി പറയാനുള്ളത്. ചിരി ആയുസ് കൂട്ടും. ഒന്നാന്തരം കോമഡി ആയിരുന്നു താങ്കളുടെ ഇന്നത്തെ പെർഫോമൻസ് എന്നാണ്. എന്റെ ആയുസ് അത്തരത്തിൽ കൂട്ടി തന്നതിൽ പ്രത്യേക മാരീജ നന്ദി. ഓക്കെ ദിനു. എന്താണ് ശ്രീ KP നൗഷാദ് അലി, ഇവിടെ ഒരു എന്താണ് ഒരു അഖണ്ഡ ഭാരതം വെച്ചതിലല്ല, അല്ലാതെ ഇല്ലാത്തൊരു കാവിക്കൊടി ആ ഭാരതമാതാവിൻ്റെ കയ്യിൽ കൊടുത്തതിലല്ല. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ നേരത്തെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലിറങ്ങുമായിരുന്നു. ശിവപ്രസാദിൻ്റെ സംഘടനയോട് തെരുവിൽ കുട്ടികളെക്കാൾ ബാലിശമായി ഏറ്റുമുട്ടുമായിരുന്നു. അവർ കെട്ടുന്ന പതാക കാണുമ്പോഴേക്കും അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കി ബഹളം വെച്ച് അത് അഴിക്ക്, അല്ലെങ്കിൽ മോഹൻ കോൾ അമിത്ഷാ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. ഇതല്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അർലേക്കർ അത്തരത്തിൽ തെരുവിലിറങ്ങില്ല, സർക്കാരിനോട് ഏറ്റുമുട്ടൽ പ്രഖ്യാപിക്കൽ ഒന്നും ചെയ്യില്ല. പക്ഷേ വളരെ ഫലപ്രദമായി, വളരെ അക്കാഡമിക്കലായി അദ്ദേഹം ബാല്യകാലം മുതൽ എന്ത് പഠിച്ചു വന്നോ അജണ്ട അത് ഫലപ്രദമായി രാജ്ഭവനിൽ നടപ്പാക്കും. ശ്രീ KP നൗഷാദ് അലി. അല്ല, തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ ശിവരാജൻ പറഞ്ഞതുപോലെ അർലേക്കർ രാജ്ഭവനിൽ ഇരുന്നുകൊണ്ട് RSS അജണ്ട നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പലപ്പോഴും സർക്കാരിന്റെ ചില നയവൈകല്യങ്ങളും പൊരുത്തക്കേടുകളും സ്വജനപക്ഷപാതവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് നടത്തിയ ചില പോരാട്ടങ്ങളെങ്കിലും വിജയം കണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം ഭരണഘടനയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് സംസ്ഥാന ഭരണത്തിലൊക്കെ ഇടപെട്ട് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ അദ്ദേഹം വിവാദ പുരുഷനുമായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ആശയപരമായ വലിയ തോതിൽ ഗൗരവതരമായി നമ്മൾ കാണേണ്ട
ഒളിച്ചു കടത്തുന്ന അജണ്ടകളും ആയുധങ്ങളും ഒക്കെ അർലേക്കറിന്റെ സംഭാവനയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ ജനാധിപത്യ സമൂഹം വളരെ ജാഗരൂകമായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇപ്പൊ ഞാൻ അതിശയിച്ചു പോകുന്നത് ഈ ശ്രീ പത്മനാഭനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് വർഷമായിട്ട് നമ്മുടെ കൂടെയൊക്കെ ഡിബേറ്റിലൊക്കെ ഉള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ ഇങ്ങനെ ഒരു കോഴിക്കോടൻ ശൈലിയിൽ ഇങ്ങനെ പരിഹാസവും പരനിന്ദയും പുച്ഛവും ഒക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പ്രവഹിപ്പിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഈ ചാനലിന്റെ പ്രേക്ഷകർ അദ്ദേഹത്തെ വിലയിരുത്തിക്കൊള്ളുമെന്നാണ് എനിക്ക് അദ്ദേഹം നിരന്തരം പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ചാൽ BJP നിരന്തരം ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നാണ്. ഇപ്പോ പിന്നെ ബോംബെയിലൊക്കെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ 5 കൊല്ലം കൊണ്ട് 35 ലക്ഷം ആള് വോട്ടർ പട്ടികയിൽ കൂടിയപ്പോ നിയമസഭ വന്നപ്പോ 5 മാസം കൊണ്ട് ശ്രീ വി പി കെ പി നൗഷാദിലെ വിട്ടേക്കൂ. അങ്ങ് കെ പി നൗഷാദ് താങ്കളുടെ തലമാണ്. ഇവിടെ 2 കുട്ടികൾ, മിടുക്കരായ 2 കുട്ടികൾ ചോദിച്ച മൂർച്ചയുള്ള ചോദ്യം ഇപ്പോഴും ഉത്തരമില്ലാതെ അങ്ങേക്ക് മുന്നിൽ നിൽപ്പുണ്ട്. മറുപടി പറയണമെങ്കിൽ പറയാം. എനിക്ക് ശ്രീപത്മനാഭനോട് പറയാനുള്ളത്, താങ്കൾ ഒബ്ജക്റ്റീവായിട്ട് യെസ് ഓർ നോ എന്നൊരു ഉത്തരം നൽകണം. ശിവരാജന്റെ പ്രസ്താവന അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? നേരത്തെ മുമ്പ് അതിലൊന്ന് മറുപടി പറയൂ, പ്രേക്ഷകർ കേൾക്കട്ടെ. 2 മിടുക്കരായ വിദ്യാർത്ഥികൾ, 2 മിടുക്കരായ യുവാക്കൾ അങ്ങയോട് മൂർച്ചയുള്ള ചോദ്യം ചോദിച്ചു. അതിന് മറുപടി പറയണമെങ്കിൽ പറയാം. നമ്മുടെ സമയം തീരാണ്, അതുകൊണ്ടാണ്. എനിക്കൊരു ഉപമ പറയാനുള്ളത്, ശ്രീപത്മനാഭൻ, ഇവിടെ ഈ പറഞ്ഞ പിറവിയും അതുപോലെ തന്നെ എലിപ്പത്തായും ഒന്നും കാണാൻ പ്രേക്ഷകരില്ലായിരുന്നു. എന്നാൽ ആദിബാബുവും കിന്നരിത്തുമ്പിയും ഒക്കെ കാണാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. കിന്നരിത്തുമ്പി ആദിബാബു ഒക്കെ മഹത്തായ ചലച്ചിത്രമാവോ? ഈ പറഞ്ഞ എലിപ്പത്തായും പിറവിയൊക്കെ മോശമായ പടങ്ങളാവോ? അതുകൊണ്ട് ഇതൊക്കെ വെറും മായികമായ ചില മറുപടി. ഈ നമ്മുടെ ശിവപ്രസാദ് ഒരു കാര്യം പറഞ്ഞു, അത് വളരെ സത്യമാണ്. എന്താണ് BJP എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. അനിയ ശിവപ്രസാദേ, താങ്കൾ പറഞ്ഞത് സത്യമാണ്. 1925 പിണറായിലെ പാറപ്പുറത്ത് നിങ്ങളും 1925 നാഗപ്പൂരിലെ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു ഗ്രൗണ്ടിൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഞങ്ങൾ എവിടെ എത്തി ശിവപ്രസാദെ? നിങ്ങൾ എവിടെ എത്തി? പക്ഷെ അത് ദിനു ചോദിച്ചതിനോ ശിവപ്രസാദ് ചോദിച്ചതിനോ തുടക്കത്തിൽ മറുപടി അല്ലല്ലോ. നെഹ്റുവിന് ശേഷം EMS. ശരി, നമുക്ക് ചരിത്രമോ സമയമില്ല സാർ. എന്റെ ഉത്തരം ഞാൻ തീരുമാനിക്കും. താങ്കൾ തീരുമാനിക്കുന്നത് നടക്കാത്ത കാര്യം കേട്ടോ. അല്ല, അത് സമയം എനിക്ക് തരൂല. കാരണം ഒന്ന് ഞാൻ പറയുമ്പോഴേക്കും താങ്കൾ തുടങ്ങും. ഈ ചർച്ച തുടങ്ങുമ്പോൾ മുതൽ ഞാൻ പറയുന്ന ഓരോ വാക്കിലും താങ്കൾ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. ദയവ് ഇതിങ്ങനെയാണെങ്കിൽ വിളിക്കരുത്. അല്ല VP, നമ്മുടെ ഈ ചർച്ചയുടെ പരിസരത്തേ ആയിരുന്നു താങ്കളുടെ മറുപടി. സൗകര്യമുണ്ട്, ചോദ്യം ചോദിക്കാം. അത് ശരിയല്ല, അത് ശരിയല്ല. നമ്മുടെ ഈ ചർച്ചയുടെ പരിസരത്തേ ആയിരുന്നു താങ്കളുടെ ഒരു മറുപടി. തുടങ്ങി. എന്താ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? നമ്മുടെ സമയം കഴിഞ്ഞു. CPM മെമ്പർഷിപ്പ് എടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. അതെ, സമയമില്ല. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഈ ചർച്ച തുടരേണ്ടി വരും. കാര്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശിവൻകുട്ടിക്കെതിരെ BJPയുടെ പ്രതിഷേധമുണ്ട്. തിരിച്ച് CPM ശിവൻകുട്ടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള SFIയുടെ പ്രതിഷേധം കാണുന്നുണ്ട്. ഉറപ്പായും നമുക്ക് ഇനിയും വരും ദിവസങ്ങളിൽ ഇരിക്കാം. അപ്പോൾ സമയം കിട്ടുകയും ചെയ്യും. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.